ഉയർത്തി, ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം നമ്മുടെ ഉപവാസ പ്രാർത്ഥന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെഷനിലും 3ാമത്തെ ദിവസവുമാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇതുവരെയും കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് കേൾക്കുവാനിടയായി. നമ്മെ ബലപ്പെടുത്തുന്ന വചനം നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. ഇന്ന് ആവശ്യബോധത്തോടെ വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാനീയരായ പാസ്റ്റേഴ്സ് വേദിയിലും സദസ്സിലുമായിരിക്കുന്നു. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യേ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ജോബി വയനാട് അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ ശക്തമായ ദൂതുകൾ, അരുളപ്പാടുകൾ ഒക്കെ ദൈവം നമുക്ക് നൽകി തരാൻ പോകുകയാണ്. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ നിലയും വിലയും അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് തൊട്ട് സംസാരിക്കും. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തു പോവുകയാണ്, നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നമ്മൾ ഉപവസിക്കുന്നതും ആരാധിക്കുന്നതും അത് അത്ര നല്ലതാണ്. നമ്മളെ എത്രത്തോളം ദൈവം സ്നേഹിച്ചു. ആമേൻ. അധമപാതാളത്തിൽ നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിൻ്റെ പുറകെ ഓടുകയാണ് എലീശ. കാളയൊക്കെ വിട്ടിട്ട് ഓടിയിട്ട് എന്തിനാ ഓടുന്നതെന്നറിയാമോ? ഞാൻ എൻ്റെ അപ്പനെയും അമ്മയൊക്കെ ഒന്ന് ചുംബിച്ചിട്ട് യാത്ര പറഞ്ഞിട്ടൊക്കെ വരട്ടെ എന്ന്. താൻ ഓടി ഇത് ചോദിക്കുമ്പോൾ ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പോയി വരിക, എന്നാൽ നിനക്ക് ഞാൻ ചെയ്തത്, നിനക്ക് വേണ്ടി ദൈവം ചെയ്തത് നീ ഓർത്തുകൊള്ളണം. എത്ര പേര് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുവാനുള്ള, ഓരോ നിമിഷവും ഓർത്തോർത്ത് നന്ദിയുള്ളവരായി ജീവിക്കുവാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകം എൻ്റെ മേൽ പകരണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ഓർക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്, മറക്കുന്നവരെയല്ല. ഓ ഹല്ലേലൂയ. ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. പാപച്ചേറ്റിൽ നിന്ന് നമ്മെ കരകയറ്റിയത് ഓർക്കണം. ഓ, നമ്മളെ വിശുദ്ധന്മാരുടെ പട്ടികയിൽ കൊണ്ടുവന്നതെന്ന് ഓർക്കണം. ചേറ്റിൽ കിടന്നതായ നമ്മെ കൈപിടിച്ച് ഉയർത്തിയത് നമ്മളൊന്ന് ഓർക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് കേട്ടോ. ഹല്ലേലൂയ. തുടർന്ന് എല്ലാവരും പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ കർത്താവിൽ ബഹുമാന്യ അഭിഷക്തൻ പാസ്റ്റർ ജോബി വയനാട് അവരുകൾ ശുശ്രൂഷിക്കും. എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ ദാസന് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം പറയുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തിന്, നല്ല അവസരത്തിന്, നല്ല ആയുസ്സിന്, നല്ല ആരോഗ്യത്തിനായി കർത്താവിന് സകലമാനവും മഹത്വവും പ്രാരംഭത്തിൽ അർപ്പിക്കുകയാണ്. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനും ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഈ ക്രൈസ്തവ കൈരളിയിൽ സുവിശേഷ രണാങ്കണത്തിൽ ക്രിസ്തുവിൻ്റെ സഹപഠനായി കർത്താവിൽ അത്യധ്വാനം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവർകൾ ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അവതരണ ശൈലികൾ കൊണ്ടും അനുഗ്രഹീതമായ നിലവാരത്തിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് കുട്ടി അവർകൾ, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ്, സദസ്സിൽ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ ക്രൈസ്തവ അഭിവാദനം നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിചിതമായ നിരവധി മുഖങ്ങൾ ഇവിടെയുണ്ട്, ദൈവദാസന്മാരിവിടെയുണ്ട്. ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വചനം പഠിപ്പിച്ച നിരവധി സഹോദരങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് പകലിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച്
ആമേൻ. മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജിൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ദൈവവചനം പഠിപ്പിക്കുവാൻ എനിക്കൊരവസരം നൽകിയ പ്രിയ കർത്താവിൻ്റെ ദാസനാണ് ജോൺ സോൾവേൽഡ്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. ജോൺ ആമേൻ. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഇതുപോലെ വളരെ സർപ്രൈസായിട്ട് ഞങ്ങൾക്കൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം കർത്താവ് ഒരുക്കി തന്നു. മറ്റ് ആദരണീയരായ ദൈവദാസന്മാരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾക്ക് നേതൃത്വം നൽകിയ പ്രിയ കോയർ ടീം, അവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. മുഖവരകൾ എല്ലാം മാറ്റിവെക്കുകയാണ്. 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആര് വരുന്നു, ആര് പ്രസംഗിക്കുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. ആമേൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഉപവാസം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ആമേൻ. നമ്മുടെ സംഘടനയുടെയോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയോ നിറഞ്ഞ നിറവിൽ നിൽക്കുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എല്ലാ മാസവും അല്ലെ എല്ലാ വർഷവും ഒരു 21 ദിവസം ഉപവാസം ക്രമീകരിച്ചേക്കാം എന്ന് വിചാരിച്ചത് കൊണ്ടോ ആമേൻ സമയം നമുക്ക് അനുവദനീയമായതുകൊണ്ടോ മാത്രമല്ല ഉപവാസം ക്രമീകരിച്ചിരിക്കുന്നത്. എനിക്ക് മുൻപേ ആരാധന നേതൃത്വം നൽകി അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ അധരത്തിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം ഞാൻ കേട്ടു. ആമേൻ. ഇതിൻ്റെ അകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു നിറവ് ദൈവം നമുക്ക് നൽകണം. കരവും ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അല്ലേലും വയ്യ എന്ന് പറയാനല്ല പറഞ്ഞത്, അല്ലേലൂയ പറയാനാണ് പറഞ്ഞ്. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാരംഭ ഉപവാസത്തിൽ തന്നെ നമ്മുടെ ഹല്ലേലൂയയുടെ ശബ്ദം ഒന്നും മാറരുത്. കാരണം നിങ്ങളെല്ലാവരും 90% ആളുകളും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് നമ്മളായിരിക്കുന്നത്. ഞാൻ ഇന്നലെ ശുശ്രൂഷിച്ച സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ 21 ദിവസത്തെ ഉപവാസം നടക്കുകയാണ് ചിങ്ങവനത്ത്. അമ്മയെ നമ്മളെ വിട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട തമ്പിച്ചായൻ്റെ ചർച്ചിൽ ഇന്നലെ ശുശ്രൂഷിച്ച് ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉപവാസ പ്രാർത്ഥനയെന്നൊക്കെ പറയുന്ന ദൈവസനയിൽ സഭയിൽ ക്രമീകരിക്കുന്നത് ദൈവസഭ ഒരു പോർക്കളത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഉപവാസ പ്രാർത്ഥനകളെല്ലാം ക്രമീകരിക്കുന്നത്. വെറുതെ സമയം കളയുവാൻ വേണ്ടിയല്ല, നമ്മൾ പോരാടുവാൻ, ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് പോരാടി അവനെ ജയിച്ച് കീഴമർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. കേവലം അല്പം ഭക്ഷണം വെടിഞ്ഞതുകൊണ്ടോ നമ്മുടെ ആരോഗ്യം അല്പം മാറ്റിവെച്ചതുകൊണ്ടോ നമ്മുടെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഉപവാസം ക്രമീകരിക്കപ്പെടുന്നത് ഡയറ്റിംഗ് എടുക്കുന്നത് പോലെയാണ്. കാരണം തടി ഒരുപാട് കൂടുമ്പം ഒരു 7 ദിവസത്തെ ഉപവാസം അങ്ങ് ക്രമീകരിക്കും. തടി അല്പം എന്ത് ചെയ്യും, കുറയ്ക്കും. ആ തടി അങ്ങ് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയാകും. ചിക്കനും മട്ടണും ബീഫും എല്ലാം കൂടി അങ്ങ് കഴിച്ച് അടുത്ത തടി വരുമ്പോൾ വീണ്ടും ഒരു ഉപവാസം. നമ്മൾ അങ്ങനെ ക്രമീകരിക്കുന്നവരാകരുത്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ദൈവമക്കൾ അങ്ങനെ കേവലം നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാനും വണ്ണം കൂട്ടാനും ദിവസങ്ങളൊക്കെ ബീഫും മട്ടനും ചിക്കനുമൊക്കെ മാറ്റിവെക്കുന്ന ഉപവാസമാകരുത്. ഈ ഉപവാസ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ നിറവിൽ ഞാൻ ദൈവസഭയോട് പറയുകയാണ്. ഈ 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 1-ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ, 21-ാമത്തെ ദിവസം നമ്മൾ ഉപവാസ പ്രാർത്ഥന അവസാനിക്കും ഇതിൻ്റെ അകത്ത് ചില അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മൾ കാണണം. ചില അടയാളങ്ങൾ നടക്കുന്നത് കാണണം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിൻ്റെ അകത്ത് അനുഭവിക്കുന്നത് നമ്മൾ ഒരുമിച്ച് കാണണം. ആമേൻ. നമ്മുടെ സഭയുടെ ചരിത്രം മാറണം. ചില കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ മാറണം. ഇന്ന് വരെ പല്ലിളിച്ച് കുലുങ്ങിച്ചിരിച്ച കുടിയിരിപ്പിൻ്റെ കെട്ടുകൾ നിൻ്റെ ജീവിതത്തിനെതിരെയും നിൻ്റെ കുടുംബത്തിനെതിരെയും വാ പിളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അഭിമാനത്തോടെ പറയണം. ചിലതിനെ ചങ്കൂറ്റത്തോടെ പഠിച്ചെറിയുന്ന, ചിലതിനെ ചങ്കൂറ്റത്തോടെ പിടിച്ചെടുക്കുന്ന, നഷ്ടപ്പെട്ടു പോയെന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് പിശാച് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ച ചില വിഷയത്തെ ആത്മബലത്തോടെ പിടിച്ചെടുക്കുന്ന, പോരാ കരമടിച്ച് ചില മിനിറ്റുകൾ ശക്തിയോടെ, പ്രഭാഷണത്തിൻ്റെ പ്രാരംഭ സമയത്ത് ചില മിനിറ്റുകൾ ശക്തിയോടെ ചില മിനിറ്റുകൾ ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. കരങ്ങൾ ശക്തിയോടെ ഒന്ന് ചേർത്തടിച്ചാട്ടെ. ഇന്ന് പകലില് ഈ ഉപവാസ പ്രാർത്ഥന ചില ചരിത്രങ്ങളെ മാറ്റുകയാണ്. ചില ജീവിതങ്ങൾക്ക് പുതിയ വ്യത്യാസങ്ങളെ നൽകുകയാണ്. ഇന്ന് വരെ അറിയാത്ത ചില അത്ഭുതങ്ങളിലൂടെ, ഇന്ന് വരെ അനുഭവിക്കാത്ത ചില അതിശയങ്ങളിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകുകയാണ്. നീ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തോട് വെല്ലുവിളിച്ച, നിന്റെ തലമുറകളോട് വെല്ലുവിളിച്ച, നിന്റെ സഭയോട് വെല്ലുവിളിച്ച
പോരാ. ശബ്ദമുയരട്ടെ, അന്യഭാഷയുടെ ശബ്ദമുയരട്ടെ. ആർത്തനാദത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകലിൽ വലിയൊരു വിടുതൽ നടക്കുന്നു. ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് നേരിട്ടിടപെടുന്നു. ചില കുടുംബത്തിന്റെ അകത്ത് സ്വർഗം നേരിട്ട് സംസാരിക്കുന്നു. ചില വിഷയങ്ങൾ യേശു നേരിട്ട് ഏറ്റെടുക്കുകയാ. ഓ, ചില രോഗബന്ധനങ്ങൾ ഇന്ന് പകലിൽ അഴിഞ്ഞു മാറുകയാ. യേശു തൊടട്ടെ, ചിലതിനെ യേശു തൊടട്ടെ. ഇന്നലെ വരെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ പൈശാചിക വൃന്ദങ്ങൾ, ഇന്നലെ വരെ കുടുംബത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ ശത്രുവിന്റെ സംഹാരങ്ങൾ, ഇന്ന് പകലിൽ അതിനെ ജയിച്ച് കീഴമർത്തുവാൻ കരുത്തുള്ളവൻ ആലയത്തിന്റെ അകത്താഗതനായിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെക്ഷൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. അതിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. 21 ദിവസം ഉപവാസം എടുക്കുന്നത് കൊണ്ടല്ല, ഇന്ന് പകലിൽ നീ ഇതിന്റെ അകത്ത് വന്നത് അവൻ കണ്ടതുകൊണ്ട് അവൻ അറിഞ്ഞതുകൊണ്ട്, നിന്റെ മനസ്സറിഞ്ഞ് നിന്റെ അരികിൽ അവൻ നിൽക്കുകയാ. കരമടിച്ച് ചില മിനിറ്റുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ. ശരീരത്തിന്റെ അകത്തളത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ചില രോഗത്തിന്റെ കെട്ടുകൾ, ചില ദുർവ്യാപാരങ്ങൾ, കുടുംബത്തിന്റെ അകത്ത് അസ്വസ്ഥതപ്പെടുത്തുന്ന അസമാധാനത്തിന്റെ വിത്തുകൾ പാകുന്ന ചില ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഇന്ന് പകലിൽ അടിഞ്ഞു മാറുന്നു. ഈ പ്രാരംഭ സെക്ഷനിൽ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് യേശുവിന്റെ പ്രവൃത്തി ആലയത്തിൽ വെളിപ്പെടുന്നു. ചില സൗഖ്യങ്ങൾ ആലയത്തിൽ വ്യാപരിക്കുന്നു. നിനക്കിരിക്കാൻ കഴിയാതെ, നിന്നെ നിലനിർത്താതെ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നെ പുറകോട്ട് വലിച്ചു കളയുന്ന ചില ശത്രുവിന്റെ തന്ത്രങ്ങൾ ഇന്ന് പകലിൽ പാഴായി പോകുന്നു. ആരാധിച്ചേ കത്തട്ടെ. ആത്മനിറവിൽ കത്തട്ടെ. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്, അഭിഷേകൻ പറഞ്ഞതുപോലെ ആത്മാവിന്റെ നിറഞ്ഞ ഒരു നിറവ് ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ചില മിനിറ്റുകൾ പോരാ. വായ്കളെ തുറന്ന് ആത്മാവിൽ പ്രതികരിച്ച് കെട്ടുകൾ പോട്ടട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കൈയുടെ വേദനകൾ ഇരുത്താതെ നടുവിന് അസ്വസ്ഥതയിടുന്ന, നടുവിന് വേദനകൾ കൊണ്ടിടുന്ന, ശരീരത്തിന്റെ അകത്തളത്തിൽ ഭാരങ്ങൾ കൊണ്ടിടുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആത്മബലം വെളിപ്പെടട്ടെ. ആത്മാവിന്റെ തലം വെളിപ്പെടട്ടെ. ഇന്ന് വരെ അനുഭവിച്ചതുപോലെയല്ല, ഇന്നലകളിലേക്കാൾ ഇന്ന് ഏറെ നല്ലതെന്ന് പറയത്തക്ക നിലവാരത്തിൽ ആത്മാവിന്റെ തലം വെളിപ്പെടുന്നു. പ്രവചനത്തിന്റെ ശബ്ദം വെളിപ്പെടുന്നു. അഭിഷേകത്തിന്റെ ശബ്ദം വെളിപ്പെടുന്നു. പൈശാചികന്റെ തന്ത്രങ്ങൾ പൊളിയുന്നു. അവൻ ഉയർത്തി വച്ചിരിക്കുന്ന കോട്ടക്കൊത്തളങ്ങൾ ഇടിഞ്ഞു മാറുന്നു. കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ഹോ രാമാന ശംദരാധരാധര അധരമനഘടകൽക്കരാധിയ. ചില തലമുറകളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകുന്നു. അഭിഷേക്തന്മാർ ശുശ്രൂഷയുടെ പുതിയ തലത്തിലേക്ക്, ഇന്നലകളിൽ നിന്റെ മുൻപിൽ നിന്ന തടസ്സങ്ങൾ മാറി അഭിഷേക്തന്മാരെ പുത്തൻ ഉണർവിന്റെ അനുഭവത്തിലേക്ക് ദൈവം അഭിഷേക്തന്മാരെ മുൻപോട്ട് കയറ്റി നിർത്തുകയാ. ധൂരമാന ബല 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 ശബല ബരി ബല ബ ധൂരമാന റിഗലഗ രഗദഗ. ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. കെട്ടുകൾ പൊട്ടുന്നു. വായികൾ വിസ്താരത്തിൽ തുറക്ക്.
ഉപവാസ പ്രാർത്ഥനയുടെ ചരിത്രം മാറുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ചരിത്രം മാറുന്നു. റിബല 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 ശബല ശബല ശംദര ധര ധര. സഹോദരന്മാരെല്ലാവരും ആത്മനിറവിൽ ആരാധിച്ചേ. ആരും വെറുതെ കാഴ്ചക്കാരല്ല, ഇവിടെ കാഴ്ചക്കാരല്ല. ഒരാത്മ പകർച്ചയുടെ ഉപവാസം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ആത്മ പകർച്ച വെളിപ്പെടട്ടെ. ജീസസ് ജീസസ് ജീസസ്. അപ്പ ഞങ്ങളുടെ നിയന്ത്രണമല്ല, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ വേണ്ട ഞങ്ങൾക്ക് അങ്ങയുടെ നിയന്ത്രണം മാത്രം മതി. അവിടുത്തെ സാന്നിധ്യം മാത്രം മതി. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്. ഓ കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാം നിൻ ആത്മാവിനാൽ. മഹത്വ വായികളെ തുറന്ന് പാടിക്കേ. ഓ ശക്തി, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഓ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനാൽ. അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെ. ഒരു പ്രാവശ്യം കൂടി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാം ആത്മാവിനാൽ. ഓ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് പകലിൽ ആവലോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. അവിടുത്തെ പൊന്മുഖം കാണുവാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അവിടുന്ന് കേൾക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. മറ്റൊരു ശബ്ദവും ഞങ്ങളെ അലോസരപ്പെടുത്തരുത്, മറ്റൊരു ചിന്തയും ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തരുത്. അവിടുത്തെ നിറഞ്ഞ ആത്മസാന്നിധ്യം മാത്രം ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിലും ഞങ്ങളുടെ ആത്മമണ്ഡലങ്ങളിലും ഞങ്ങളുടെ ആലയത്തിലും വെളിപ്പെടണം. ഇന്ന് പകലിൽ ഞങ്ങൾ എടുത്ത് വിളംബരം ചെയ്യുന്ന
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾവിക്കാർക്കും ഞങ്ങൾക്കുമെല്ലാം അനുഗ്രഹമാകണം. ആത്മസാന്നിധ്യം വെളിപ്പെടും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യവും കൂടി ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ഈ 3-ാമത്തെ ദിവസം പ്രാരംഭ സെക്ഷനിൽ അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി, വചനത്തിൻ്റെ വിചിന്തനത്തിനായി, സന്ദേശത്തിനായി ആമേൻ വിശുദ്ധ വേദവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 130-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 130-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യഹോവേ, ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവചനമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചത്. ദയവായി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു നിൽക്കണം. ഇനി അല്പനിമിഷം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. കേവലം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആമേൻ നമ്മുടെ ഈ ശുശ്രൂഷ പര്യവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ആമേൻ വേഗത്തിൽ തന്നെ നമ്മുടെ ആമേൻ സന്ദേശത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് നമുക്ക് ഈ പ്രാരംഭ സെക്ഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവായി ആരും ഇനി എന്നെ ഓർത്ത് ഈ അവസാന സമയം വരെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ നമ്മുടെ തിരുവചന സന്ദേശ സമയത്താണ് കൂടുതലും പ്രസംഗിക്കുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാറുള്ളത്. കണ്ണടച്ചങ്ങനെ നിധിയും പ്രാർത്ഥിക്കും. ദയവായിട്ട് ഇനി ആരും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കരുത്. വളരെ ആമേൻ ഭയഭക്തിയോടുകൂടി തന്നെ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ആരാധിപ്പാനും കയ്യടിക്കാനും ആവേശത്തിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനൊക്കെയുള്ള അവസരമുണ്ട്. പക്ഷേ ദയവായി പറഞ്ഞതിൻ്റെ പൊരുൾ ഇനി ആരും ഇരുന്ന് ഉറങ്ങരുതെന്നാണ് പറഞ്ഞത്. ആമേൻ നല്ല AC ഉള്ള റൂമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രഭാഷണത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വേദവചനമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചത്. 130-ാമത്തെ സങ്കീർത്തനം ഒറ്റ ഭാഗം കൊണ്ട് ആ സന്ദേശം തുടങ്ങി അവസാനിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ആ ഭാഗം ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ ആഴത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നു. വളരെ അർത്ഥവത്തായതും അവഗാഹമായ ഒരു ചിന്ത അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു പദം മാത്രം ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരികയാണ്. ആ പദം ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ ആഴത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നു. ആഴത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള സന്ദേശം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആഴങ്ങളെക്കുറിച്ച് തിരുവചനം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആഴങ്ങളുടെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ പുസ്തകത്തിൽ എത്രയെത്ര ഭാഗങ്ങളിൽ ആഴങ്ങളെക്കുറിച്ച് ആമേൻ പരാമർശിച്ചിട്ടുണ്ടെന്ന് ആമേൻ നമുക്കറിയത്തില്ല. അത്രയും അധികം ആഴങ്ങളെക്കുറിച്ച് ആമേൻ തിരുവചനത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആഴങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിധ്വനിക്കുന്നത്, എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും അധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതെന്നും ഈ ആഴത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിടുതൽ നമുക്കുള്ളതെന്നും അറിയണമെങ്കിൽ ഇന്ന് പകലിൽ ഈ ഭാഗം നമ്മളൊന്ന് തിരഞ്ഞെടുത്ത് എനിക്ക് ദൈവാത്മാവ് തന്ന 3 പ്രമേയങ്ങൾ, 3 ആഴങ്ങളെക്കുറിച്ച് മാത്രം ആമേൻ തിരുവചനത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. പക്ഷേ ഇന്ന് പകലിൽ ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഭക്തന് ആമേൻ തമ്പുരാൻ്റെ ഒരു ആമേൻ മറുപടിയുണ്ട്. ആ മറുപടി എന്താണെന്നറിയാമോ? ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഒരുവൻ്റെ നിലവിളി ആമേൻ കരകയറുവാൻ കഴിയാത്ത അനുഭവത്തിൽ ആമേൻ മുകളിലോട്ട് നോക്കിയാൽ മുകളിലെ അറ്റം കാണാം. പക്ഷേ താഴെ നിന്ന് എങ്ങനെ കരകയറി മുകളിലെത്തുമെന്ന് ആമേൻ നെടുവീർപ്പിട്ട് നിലവിളിക്കുന്ന, നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന, മാറത്തടിച്ച് നിലവിളിക്കുന്ന ഒരു ഭക്തൻ എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ അന്തം എന്താകുമെന്ന് ചിന്തിച്ച് ആഴത്തിൽ കിടക്കുന്ന മനുഷ്യന് എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ ഭക്തനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു സന്ദേശം പ്രാരംഭത്തിൽ പറഞ്ഞ് വചനത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഭയോട്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, ആമേൻ ദൈവ കുഞ്ഞുങ്ങളോട് പറയാം: ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഭക്തന് ആഴത്തിൽ വെച്ച് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. കരം ഉയർത്തിപ്പിടിച്ച് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിരാശയുടെയോ വേദനയുടെയോ സങ്കടത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ കഷ്ടതയുടെയോ രോഗത്തിൻ്റെയോ മരണത്തിൻ്റെയോ ആഴങ്ങൾ നിന്നെ മൂടിയാലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഏതാഴത്തിൽ നീ കടന്നാലും, ഏതാഴത്തിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ സംജാതമായാലും അതേ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേരിന്ന് പകലിൽ ആമേൻ എന്ന് പറയുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ നിരവധി ആഴങ്ങളിൽ കൂടി ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
കരകയറുവാൻ കഴിയത്തില്ല. ആമേൻ. പിടിച്ചു നിർത്തുവാൻ ആരും എൻ്റെ കൂടെയില്ല. കരം പിടിച്ചെനിക്കൊന്ന് തരാൻ ആരും എൻ്റെ കൂടെയില്ല. പക്ഷേ ഇന്ന് പകലിൽ അഭിമാന പുരസ്കരം ഞാൻ പറയുന്നു, ആഴത്തിൽ കിടക്കുന്ന ഭക്തന് ആഴത്തിൽ വെച്ച് മറുപടി കൊടുക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അതേ കണ്ടന്റ് ദൈവസഭയ്ക്ക് തരികയാ, അതേ പോയിന്റ് ദൈവസഭയ്ക്ക് തരികയാ. നിന്റെ നിലവിളിയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നീ കിടക്കുന്ന ആഴം ഏതാഴമാകട്ടെ, നിരാശയാണോ വേദനയാണോ എന്ത് വിഷയത്തെ ഓർത്ത ഇന്ന് പകലിൽ ഈ ഉപവാസത്തിൽ നീ വന്നിരിക്കുന്നത്, അതേ ആഴത്തിലേക്ക് എൻ്റെ യേശു ഇറങ്ങി വരികയാ. ഒന്ന് ചിന്തിച്ചേ. പരിശുദ്ധാത്മാവ് ആ സന്ദേശം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഭക്തന് വേണ്ട, ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ദൈവ പൈതലിന് ആഴത്തിൽ വെച്ച് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നം തീർന്നു കഴിഞ്ഞതിന് ശേഷം മറുപടി കൊടുക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. നല്ലൊരു ആമേൻ പറയണേ. ഒരു പ്രശ്നമുണ്ടായി ആരെങ്കിലുമൊക്കെ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ച ഒരു വ്യക്തിയെ അല്ല, ആമേൻ, അങ്ങനെ മറുപടി തരുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നേ. നിങ്ങളിവിടെ ഉണ്ടല്ലോ. നിലവിളിയുടെ അവസ്ഥ കണ്ട്, വേദനയുടെ അവസ്ഥ കണ്ട്, ഭാരത്തിൻ്റെ അവസ്ഥ കണ്ട്, അവസ്ഥയ്ക്കനുസരിച്ച് മാറി നിന്ന് ആമേൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ, അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ മറുപടി കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. മനസ്സിലായോ? മരണകരമായ അനുഭവത്തിലൂടെ സഞ്ചരിച്ച് വേദനാജനകമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി സഞ്ചരിച്ച സഞ്ചാരപഥങ്ങളിലും വഴിത്താരകളിലുമൊക്കെ അപകടങ്ങൾ തുടർ പരമ്പരകളായി കടന്നു വന്ന് ആ അപകടങ്ങൾ ഒന്ന് മാറി എനിക്കൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നോക്കി ഇരിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകത്തളത്തിൽ ആഴത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുന്നതിനു മുൻപേ നീ വീണ ആഴത്തിൻ്റെ ഏകത്തളത്തിൽ നിനക്ക് വേണ്ടി മറുപടിയുമായി കാത്തിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആമേൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, ഉപവാസത്തോടെയോ പ്രാർത്ഥനയോടെയോ എപ്രകാരമായിക്കൊള്ളട്ടെ, ഇന്ന് പകലിൽ ആലയത്തിൽ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നത് വെറുതെയല്ല, ഇതിൻ്റെ അകത്ത് വന്നത് വെറുതെയല്ല, നിന്റെ മടങ്ങിപ്പോക്ക് വെറും കയ്യോടെയല്ല. ആഴത്തിൽ കിടക്കുന്ന നിങ്ങൾക്കൊരു മറുപടി ലഭ്യമായി അവൻ മാറത്ത് അവൻ നിന്നോട് ചേർത്തണയ്ക്കുന്ന ഒരു അനുഭവത്തോടെ നിന്റെ നിരാശയിലേക്ക് ഇറങ്ങി വന്ന്, നിന്റെ വേദനയിലേക്ക് ഇറങ്ങി വന്ന്, നിന്റെ കഷ്ടതയിലേക്ക് ഇറങ്ങി വന്ന് ഒന്ന് കരമൊന്നടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ യേശുവേ, ഇന്ന് പകലിൽ ഞാൻ അനുഭവിക്കുന്ന ചില ആഴങ്ങളുണ്ട്. ആഴത്തിൻ്റെ അനുഭവം എനിക്കറിയാം, ആഴത്തിൻ്റെ അളവ് എനിക്കറിയാം. മുകളിലോട്ട് നോക്കുമ്പോൾ കാണാം, പക്ഷേ കയറുവാൻ കഴിയത്തില്ല. അത്രയും അധികം ആഴത്തിൻ്റെ അകത്ത് ഞാൻ കിടക്കുകയാ. പക്ഷെ ഇന്ന് പകലിൽ രക്ഷിപ്പാൻ ഒരു മനുഷ്യനില്ല, കരം തരാൻ ഒരു മനുഷ്യനില്ല, കൈപിടിക്കാൻ ഒരു മനുഷ്യനില്ല. ഓ, കൂടെ നിന്നവരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരുമൊക്കെ എൻ്റെ ഈ ദുരവസ്ഥ കണ്ട് ഓടി മാറി. പക്ഷെ ഇന്ന് പകലിൽ യേശുവേ, എനിക്കൊന്നറിയാം, ആഴത്തിൽ കിടന്ന് ഞാൻ നിലവിളിച്ചാൽ അതേ ആഴത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിരവധി നാളുകളായി സങ്കടപ്പെടുത്തി മുൻപോട്ട് നമുക്കൊരു വഴിയില്ലെന്ന് പറഞ്ഞ് വല്ലാത്ത ഒരു വേദനയുടെ ആഴത്തിലൂടെ സഞ്ചരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, നിലവിളി എന്താണെന്നറിയാമോ? പെട്ടെന്ന് ദൈവാത്മാവ് കൊണ്ടുവന്ന വചനം അങ്ങനെ പറഞ്ഞ് വിട പറയുക അതിൻ്റെ അകത്തു നിന്ന്. ആമേൻ. യേശു തമ്പുരാൻ നടന്നു പോകുന്ന സമയത്ത് കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ അന്ധതയുടെ ആഴത്തിലേക്ക് വീണുപോയി. ആമേൻ. വീണുപോയ സാഹചര്യത്തിന് അവൻ യേശു അരികിലൂടെ പോകുന്നുണ്ടെന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഒറ്റ വിളി വിളിച്ച്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അന്ധതയുടെ ആഴത്തിൽ കിടന്നവന്റെ അരികിൽ നിൽക്കുവാൻ
ആ ശബ്ദം കേട്ട് അവന്റെ കരം പിടിക്കുവാൻ, അവന് കാഴ്ച മടക്കി കൊടുക്കുവാൻ, അന്ധതയുടെ ആഴത്തെ മാറ്റുവാൻ സ്വർഗമാടത്തിന്റെ അകത്ത് എൻ്റെ സഹോദര വൃന്ദങ്ങൾ കടന്നു വരാതിരുന്നപ്പോൾ പള്ളിക്കാരോ പള്ളിയിലുള്ളവരോ സഹോദര വൃന്ദങ്ങളോ ആരാധനയ്ക്ക് കരം പിടിക്കാനും കരമടിക്കാനും കൈകൊട്ടാനും കൂടെ നിന്ന ആളുകളൊന്നും എൻ്റെ കൂടെ ഇല്ലാതിരുന്നപ്പോൾ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ കിടന്ന ആഴത്തിൽ ഇറങ്ങി വന്നവൻ്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആമേൻ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ അടിച്ചു വികൃതമാക്കപ്പെട്ടവൻ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഒരുപക്ഷെ ലോകത്തിന് വേണ്ട, ഒരുപക്ഷെ വീട്ടുകാർക്ക് വേണ്ട, ഒരുപക്ഷെ നാട്ടുകാർക്ക് വേണ്ട, ഒരുപക്ഷെ സഭക്കാർക്ക് വേണ്ട, പക്ഷെ കുഞ്ഞെ ആർക്കും വേണ്ടാത്ത നിന്നെ ആഴത്തിന്റെ അകത്ത് തള്ളിയിട്ടപ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരുവന് നിന്നെ ആവശ്യമുണ്ടെന്ന്. നല്ലൊരു ആമയും പറഞ്ഞാട്ടെ. എനിക്കിന്ന് പകലിൽ എന്നതറിയില്ല, നല്ലൊരു ആവേശമാണ്. സ്തോത്രം. കാരണം ജോബിൻ പാസ്റ്റർ നമ്മളൊക്കെ എത്രയോ ആഴത്തിൽ കിടന്നതാ അല്ലേ? ആഴത്തിൻ്റെ അനുഭവത്തിലൂടെ എത്രയോ സഞ്ചരിച്ചവരാ. ഹരീസ് പാസ്റ്ററെ, ആഴത്തിൻ്റെ അളവ് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ നമുക്കറിയത്തില്ല, അത്രയും അധികം ആഴത്തിൽ കിടന്നവരാ. ഒരു മനുഷ്യനും നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറയും, നമ്മൾ അനുഭവിച്ച ചില ദുരന്തങ്ങളുണ്ടല്ലോ, ആരോടും വിവരിക്കാൻ കഴിയത്തില്ല. നമ്മൾ അനുഭവിച്ച ചില വേദനകളുണ്ടല്ലോ, ആരോടും പറയാൻ കഴിയില്ല. അഭിഷക്തന്മാരെ എത്രയോ തവണ പ്രാർത്ഥന മുറിക്കകത്ത് കയറി നിലവിളിച്ചിട്ടുണ്ടെന്നറിയാമോ? എത്രയോ തവണ ഇരുന്ന പായി കണ്ണുനീര് കൊണ്ട് നനച്ചിട്ടുണ്ടെന്നറിയാമോ? നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം മാറി നമ്മുടെ നിലവിളിയായി മാറി. മാറത്തടിച്ച് നിലവിളിച്ചപ്പാ ആരും എൻ്റെ കൂടെയില്ല. ഞാൻ അനുഭവിക്കുന്ന ഈ ദുരന്തത്തിൽ ഒരു മനുഷ്യൻ പോലും എൻ്റെ കൂടെയില്ല. കരം പിടിക്കാൻ നിന്നവരെത്രയോ പേര് എൻ്റെ കരം വിട്ട് ചോടിപ്പോയി. പട്ടിണികളും ദാരിദ്ര്യങ്ങളും കൂടപ്പിറപ്പായി തീർന്ന സാഹചര്യത്തിൽ അഭിഷക്തന്മാരോട് ചോദിച്ചു നോക്കണം. എത്രയോ തവണ മാറത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ടെന്നറിയാമോ? പക്ഷെ ഇന്ന് പകലിൽ ആ നിലവിളി ശബ്ദം കേട്ട് ആരും വന്നില്ലെങ്കിലും ഇറങ്ങി വന്ന ഒരുവനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥന മുറിക്കകത്ത് നിറഞ്ഞ സാന്നിധ്യത്തിൽ എൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന ഒരുവനുണ്ട്. എത്രയോ തവണ നിലവിളിച്ചപ്പോൾ ആരും വരാതിരുന്ന സാഹചര്യത്തിൽ എൻ്റെ അപ്പൻ ഇറങ്ങി വന്നത് എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞ് ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരാം. നിരവധി തവണ പെട്ടിക്കകത്ത് കയറ്റി 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുവാൻ വെമ്പൽ കൊണ്ട് പൈശാചിക വൃന്ദങ്ങൾ ഒരുപോലെ ഭവനത്തിനും കുടുംബത്തിനും ചുറ്റും തട്ടകസിച്ച് നടന്ന സമയത്ത് പിശാചിൻ്റെ ഒരു കണ്ണിന് പോലും വിട്ടുകൊടുക്കാതെ അതേ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നവൻ്റെ പേരെന്താ? ഇന്ന് പകൽ നിന്റെ കൂടെയുള്ള വ്യക്തി ജീവിതങ്ങളാണോ? നിന്റെ ഭാര്യയാണോ? നിന്റെ ഭർത്താവാണോ? നിന്റെ സഹോദരങ്ങളാണോ? അല്ല, അവൻ്റെ പേരത്രേ നാസറേയനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടു. ഗൾഫിൽ വാഹനമോടിച്ചു കൊണ്ടുപോകുന്ന ഒരു സഹോദരി തൻ്റെ മകനടുത്തിരിപ്പുണ്ട്. പക്ഷേ പുറകിൽ വന്ന ട്രക്കിൻ്റെ നിയന്ത്രണം വിട്ട് മുൻപിൽ ഓടിച്ചുകൊണ്ട് പോയ വാഹനത്തിൽ ഒരു ഒറ്റ ഇടി. പക്ഷേ വാഹനം കിടക്കുന്ന ഫോട്ടോ ഇന്നലെ അദ്ദേഹം ആ ദൈവദാസന് എന്നെ ഇന്നലെ കാണിച്ചു. ഞാൻ അവിടെ പ്രസംഗിച്ച വിഷയം അതിനോടനുബന്ധിച്ചായിരുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ചില തിക്താനുഭവങ്ങളിലൂടെയാണ് പാസ്റ്റർ സന്ദേശം കടന്നുപോയത്. ആ സന്ദേശത്തിൻ്റെ ഒരു ചിത്രമായി കാണുന്നത് ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ആ വാഹനത്തിൻ്റെ അകത്ത് 2 പേരിയ്ക്കുന്നു. നമ്മുടെയൊക്കെ ചോറിൻ്റെ മുകളിലും കഞ്ഞിയുടെ മുകളിലും പപ്പടം വെച്ചിട്ട് ഞെക്കി പൊടിക്കുന്നത് പോലെ വാഹനം പടപട പൊടിഞ്ഞു കിടക്കുകയാ. പക്ഷെ കേൾക്കണമോ, ശരീരത്തിൻ്റെ അകത്ത് നിന്ന് ഒരു രോമകൂപത്തിൽ കൂടെയും ഒരു തുള്ളി രക്തം പുറത്തു വരാതെ നിന്നെ രക്ഷിച്ചവൻ്റെ പേരെന്താ? നിന്നെ പരിപാലിച്ചവൻ്റെ പേരെന്നാ?
ആമേൻ, അപകടത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചവൻ്റെ പേരെന്നാ? ഇന്ന് പകലിൽ അഭിമാനത്തോടെ പറയാം, ഒരു പ്രവാചകനല്ലെന്ന്, ആമേൻ, ഒരു പാസ്റ്റർ അല്ലെന്ന്, ഒരു മാതാവോ പിതാവോ അല്ലെന്ന്, ആമേൻ, ഈ ഉലകത്തെ നിർമ്മിച്ചവൻ, ആമേൻ, സർവ്വചരാചരങ്ങളെയും ഉണ്ടാക്കിയവൻ, ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആറ്റിലെ മത്സ്യങ്ങൾക്കും സകല മനുഷ്യർക്കും പേരിട്ടവൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതാതിൻ്റെ ആഹാരത്തെ ഒരുക്കി കൊടുത്തവൻ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് പകലിൽ അഭിമാനത്തോടെ പറയുന്നു, വെട്ടിക്കളഞ്ഞാലും കിളിർപ്പിക്കത്തക്ക നിലവാരത്തിൽ പ്രത്യാശയുടെ അനുഭവം നൽകുന്നവൻ. നിന്നെ പാടെ വെട്ടിമുറിച്ചാലും അതിൻ്റെ വേര് മണ്ണിൽ പാഴായി പോകാതെ, പഴകിപ്പോകാതെ വീണ്ടും തളിർപ്പ് നൽകുന്ന ഒരുവൻ, അവനത്രേ ഇന്ന് പകലിൽ ആഴത്തിന്റെ അകത്തു നിന്ന് നിന്നെ വിടുവിക്കുന്നത്. കരമടിച്ചിന്ന് പകലിൽ യേശുവിന് നന്ദി പറഞ്ഞാട്ട്. എന്നെ നടത്തുവാൻ കഴിയുന്ന ഒരുവൻ, എന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരുവൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവൻ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില ആഴത്തിന്റെ അനുഭവങ്ങൾ, ചില വേദനയുടെ ആഴമായിക്കൊള്ളട്ടെ, ആമേൻ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ചില ആഴമായിക്കൊള്ളട്ടെ, പക്ഷെ ഇന്ന് പകലിൽ അതിന്റെ അകത്തേക്ക് അവൻ ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ ഭക്തൻ പറഞ്ഞത്, ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഭക്തന് ആഴത്തിൽ വെച്ച് മറുപടി കൊടുക്കുന്ന ഒരു ദൈവം. ഒരു ഫയർഫോഴ്സിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. ഒരു സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ ആവശ്യമില്ല. ഇവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നത് ഒരു സമയത്താണ്. മിണ്ടുന്നില്ല. റോഡ് ബ്ലോക്കാണെന്നും പറഞ്ഞും അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ലെന്നും പറഞ്ഞൊക്കെ ചില ഫയർഫോഴ്സുകാരും ചില സ്പെഷ്യൽ സ്ക്വാഡൊക്കെ എന്തു ചെയ്യും? വരാതിരിക്കും. പക്ഷേ ഒരു എക്യുപ്മെൻറ്റ്സും വേണ്ട, നീ കിടക്കുന്നിടത്തേക്ക് പറന്നിറങ്ങി വരുന്ന ഒരുവനുണ്ട്. നല്ലൊരു ആമേൻ പറഞ്ഞേ. അപ്പോൾ തിരുവചനത്തിൻ്റെ അകത്ത് നിരവധി ആഴങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആഴങ്ങളുടെ അവസ്ഥകൾ വല്ലാത്ത അനുഭവമാണ്. ആമേൻ, ആഴങ്ങളിൽ വീണവരോട് ചോദിച്ചു നോക്കണം ആഴത്തിൻ്റെ അനുഭവം എന്താണെന്ന്. ആ അനുഭവം ഒന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കത്രയും മനസ്സിലാകത്തില്ലെങ്കിലും അതിൻ്റെയൊക്കെ ഏതൊക്കെയോ ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചവരാ. ആമേൻ, ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, ആമേൻ, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ആഴത്തിൻ്റെ അകത്ത് വീണ് മുകളിലോട്ട് കരേറി കൊണ്ടുപോകാത്ത നിലവാരത്തിൽ, ആമേൻ, ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണാത്ത വല്ലാത്തൊരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ കൊണ്ടെത്തിച്ച് ഇരുളിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ, ആമേൻ, പടപടാ മൂടി നിൽക്കുന്ന സാഹചര്യം ഉളവാക്കിയാലും ഒരു ഇരുട്ടും എൻ്റെ തമ്പുരാന് വിഷയമല്ല. ഇരുളിനെ വേർപിരിച്ച് മാറ്റിയവൻ, ആകാശമണ്ഡലത്തിൽ സൂര്യനെ നിർമ്മിച്ചവൻ, മനുഷ്യനാഥാത ആമേൻ സമയത്ത് നടക്കുവാനുള്ള വെളിച്ചമായി കടന്നു വന്നവൻ, ഇസ്രായേൽ ഊഷര മരുഭൂമിയിലൂടെ നടന്നപ്പോൾ പകൽ മേഘസ്തംഭമായി കടന്നു വന്നവൻ, രാത്രിയിൽ അവർ ഇരുളിൻ്റെ അഗാധമായ ഗർത്തത്തിൽ വീണുപോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അഗ്നിസ്തംഭമായി അവർ വഴി നടത്തിയവൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും വെളിപ്പെട്ടു വരുന്നുണ്ട്. ഏതിരുളിൻ്റെ ആഴക്കടലിലും വെളിപ്പെട്ടു വരുന്നുണ്ട്. മുക്കിക്കളയുന്ന ഇരുളിൻ്റെ ആഴങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരസ്യമായി ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് പകലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, ഇരുളവനൊരു വിഷയമല്ല. എൻ്റെ യേശുവിൻ്റെ വരവെങ്കിൽ ചില ഇരുളുകൾ വഴിമാറുമെന്ന്, നിന്റെ മുൻപോട്ടുള്ള വഴിയെ തടയുന്ന ചില ഇരുളിൻ്റെ ആഴങ്ങൾ കടന്നു വന്നാലും ഇന്ന് പകലിൽ ഭാരപ്പെടരുത്, വേദനിക്കരുത്, നിരാശപ്പെടരുത്. അപ്പൻ്റെ മുന്നിൽ നിലവിളിക്ക്, യേശുവിൻ്റെ മുൻപിൽ വായികൾ തുറക്ക്. നിന്റെ ഇരുളിനെ മാറ്റുന്ന, നിന്റെ ആഴത്തെ മാറ്റുന്ന ഒരുവൻ ഇരുളിൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് നിനക്കൊരു വെളിച്ചമായി ഒരു വിടുതൽ നൽകുകയോ. ഹല്ലേലൂയ. അവൻ വഴി അടച്ചു വെച്ച് ഇരുള് കൊണ്ടിട്ട് ആഴത്തിൻ്റെ അകത്ത് പിടിച്ചു തള്ളിയാലും ആ പിടിച്ചു തള്ളി ആഴത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുന്ന എൻ്റെ യേശുവുണ്ട്.
ഒരുപാട് ആഴങ്ങൾ വേഗത്തിൽ അങ്ങ് പറഞ്ഞ് എൻ്റെ ആ 3 സന്ദേശത്തിലേക്ക് ഞാൻ വരാം. ഒരുപാട് ആഴങ്ങളുണ്ട്. പൊട്ടക്കിണറിൻ്റെ ഒരു ആഴമുണ്ടായിരുന്നു. യോസേഫിനെ പിടിച്ച് പൊട്ടക്കിണറിൻ്റെ അകത്ത് എന്ത് ചെയ്തു? ഇട്ടു. നല്ലൊരു ആമയും പറഞ്ഞ് സ്തോത്രം. യോസേഫിനെ പിടിച്ച് എവിടെ ഇട്ടു? പൊട്ടക്കിണറിൻ്റെ അകത്തിട്ടു. ജോസഫിന് സ്വയം അതിൻ്റെ അകത്തുനിന്ന് കരയറാൻ എന്ത് ചെയ്യുന്നില്ല. സ്തോത്രം. 3 ബാലകന്മാർ തീച്ചൂളയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടെന്ത് ചെയ്തു? അപ്പം തീച്ചൂള ഒരു ആഴമാണ്. നല്ല രാമയും പറഞ്ഞേ. ദാനിയേല് മാളിക മുറിക്കകത്ത് മുഴങ്കാല് മടക്കി 3 നേരം മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിട്ടു. അപ്പം സിംഹത്തിൻ്റെ ഗുഹ ഒരാഴമാണ്. ദാനിയേലിന് ഒരിക്കലും അതിൻ്റെ അകത്തുനിന്ന് സ്വയമേ പുറത്തു വരാൻ എന്ത് ചെയ്യത്തില്ല. നല്ല രാമയും പറയണേ. ആമേൻ. 3 ബാലകന്മാർക്ക് ഒരിക്കലും തീച്ചൂളയുടെ ആഴത്തിൽ നിന്ന് സ്വയമേ പുറത്തു വരാൻ കഴിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നിന്നെ തളർത്തി കൂട്ടിക്കെട്ടി ആമേൻ തീച്ചൂളയുടെ ആഴത്തിലേക്ക് ഇടാൻ പിശാച് പദ്ധതി ഒരുക്കുന്നതിന് മുൻപേ ആഴത്തിൻ്റെ അകത്ത് നിനക്ക് അനുഭവം ഒരുക്കുന്നവനുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? അടാ, നീ കടന്നു ചെല്ലുന്ന സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് നിനക്ക് മുൻപേ ഇറങ്ങിയ ഒരുവനുണ്ടെന്ന്, നീ പോയ തീച്ചൂളയ്ക്കകത്ത് നീ വീഴുന്നതിന് മുൻപേ ഇറങ്ങി തീയുടെ ബലത്തെ കെടുത്തിയ ഒരുവനുണ്ടെന്ന്, നീ വീണ പൊട്ടക്കിണറിൻ്റെ അകത്ത് നീ വീഴുന്നതിന് മുൻപേ ഇറങ്ങി നിനക്ക് മറുപടി വെച്ച നല്ലൊരു അപ്പനുണ്ടെന്ന് കരം ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നിരവധി ആഴങ്ങളാണ്. പത്മോസിൻ്റെ ഏകാന്തത ഒരാഴമാണ്. അപ്പോൾ ആഴങ്ങൾ ഒന്നല്ലേ അഭിഷക്തന്മാരെ? തിരുവചനത്തിൻ്റെ അകത്ത് ഞാനീ പറഞ്ഞത് എടുത്തു പറയത്തക്ക ചില ആഴങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെക്കാളും അവതരണം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇതിൻ്റെ അകത്ത് ആഴങ്ങളിലൂടെ കൊണ്ടുപോകാൻ കരുത്തുള്ള അഭിഷക്തന്മാർ എൻ്റെ മുന്നിലും പിന്നിലും ഇരിപ്പുണ്ട്. അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ആഴങ്ങൾ ഞാൻ ചിലത് മാത്രം എടുത്തു പറഞ്ഞിട്ടേയുള്ളൂ. ദാവീദിനെ കൊടുങ്കാടിൻ്റെ ആഴത്തിൽ കൊണ്ടിട്ടു. ഏതാഴത്തിൽ കൊണ്ടിട്ടാലും പ്രാർത്ഥിക്കുന്നവൻ ചെന്ന് വീണാൽ അവിടെ എൻ്റെ അപ്പൻ ഓടി വരുമെന്ന്. നല്ല രാമയും പറഞ്ഞാട്ടെ. സ്വോത്രം പറയുന്നവനെ ഏതാഴത്തിൽ കൊണ്ടിട്ടാലും നീ സ്വോത്രം പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ അപ്പൻ അവിടെ എത്തുമെന്ന്. അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞത് ആമേൻ. നിലവിളിക്കുന്ന ഭക്തന് അതേ ആഴത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഭക്തന് ആഴത്തിൽ വെച്ച് മറുപടി കൊടുക്കുന്ന നല്ലൊരു അപ്പനുണ്ട്. ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ നിരവധി ആഴങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന തിരുവചനത്തിൻ്റെ അകത്ത് ഞാൻ ചെക്കിച്ചികഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ന ആമേൻ ആഴങ്ങൾ 3 വിധത്തിൽ ഞാനൊന്ന് പരിശോധിച്ചു. ആ ആഴങ്ങൾക്ക് 3 വിധത്തിൽ വാക്യങ്ങൾ വായിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് സന്ദേശം നമുക്ക് പൂർത്തീകരിക്കണമല്ലോ. എവിടെ അവസാനിച്ചാലും അവിടെ നമ്മൾ ഒരുമിച്ച് ആമേൻ ആത്മാവിൽ പറയുന്നത് കൊണ്ട് ആമേൻ ആ സന്ദേശം വേഗത്തിൽ പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ ആഴം എന്താണെന്നറിയാമോ? തിരുവചനത്തിൻ്റെ അകത്ത് നിരവധി താഴ്വരകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഭക്തനും ആമേൻ പ്രാർത്ഥിക്കാത്തവർക്കുമാണെങ്കിലും താഴ്വര ഒരാഴം തന്നെയാണ്. മനസ്സിലായില്ല? 2 മലഞ്ചെരിവുകളുടെ നടുവിലുള്ള താഴ്വര ഏതു വ്യക്തിക്കും ഒരാഴം തന്നെയാണ്. ഇത് കടക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആ സന്ദേശത്തിലേക്ക് മടങ്ങി വരുന്നത് കൊണ്ട് 3 ആമേൻ ആഴങ്ങളെക്കുറിച്ച് താഴ്വരകളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി ഈ സന്ദേശത്തിലേക്ക് വരാം. ഒന്ന്, ആമേൻ നമുക്കറിയാം ആമേൻ സങ്കീർത്തനത്തിൽ തന്നെ ഒരു താഴ്വരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ താഴ്വരയുടെ പേരാണ് കൂരിരുൾ താഴ്വര. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് അല്പം കൂടി വ്യത്യസ്തമായി പറഞ്ഞാൽ അത് കൂരിരുൾ താഴ്വരയല്ല, അത് മരണനിഴലിൻ താഴ്വരയാ. ആമേൻ. ഭക്തനോട് പിശാച് പറയുകയാണ്, ഈ മരണനിഴലിൻ താഴ്വരയിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? തകർത്തു കളയും. നിന്നെ ഇവിടെ വെച്ച് നിന്റെ ആയുസ്സിനെ ഞാൻ നിന്നോട് എടുക്കുമെന്ന്. നിനക്കിവിടെ നിന്നൊരു കരകയറ്റമില്ല. ഈ മലയുടെ മുകളിൽ നിന്ന് അടുത്ത മലമ്പ്രദേശത്തേക്ക് നിനക്ക് കടന്നു പോകണമെങ്കിൽ ആയുസ്സോടെ ഞാൻ നിന്നെ ഈ താഴ്വരയുടെ അപ്പുറം
എത്തിക്കത്തില്ലെന്ന്, അത് മരണനിഴലിൻ താഴ്വരയാണെന്ന് പിശാച് വാദഗതി മുഴക്കിയാലും ഇന്ന് പകലിൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നവർക്കിത് മരണനിഴലിൻ താഴ്വരയല്ല, പ്രാർത്ഥിക്കുന്നവർക്കിത് ജീവന്റെ താഴ്വരയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഈ താഴ്വരയിൽ നിന്നെ തകർക്കാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ ആയുസ്സിന് വില പറഞ്ഞു നിൽക്കുന്ന പൈശാചിക വൃന്ദങ്ങളുടെ മുഖത്ത് നോക്കി അഭിമാനത്തോടെ പറയണം, ഈ താഴ്വര ഞാൻ കടക്കുക തന്നെ ചെയ്യും. താഴ്വര എൻ്റെ ജീവിതത്തിലുണ്ട്. താഴ്വരയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ സംജാതമായാലും ഇതെന്റെ മരണമല്ല. ഈ താഴ്വരയിൽ വെച്ച് എന്നെ മാമൻ കൊല്ലാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇവിടെ വെച്ച് എൻ്റെ ആയുസ്സിന് വില പറഞ്ഞാലും നിനക്കിത് മരണനിഴലിൻ താഴ്വരയാ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഇത് ജീവന്റെ താഴ്വരയത്രേ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ മരണനിഴലിൻ താഴ്വര, അതിന് കൊടുത്തിരിക്കുന്ന പേര് നല്ലതാ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം അത് ജീവന്റെ താഴ്വര എന്ന് പറയുന്നതാ. എന്താ കാരണം? മരണം സുനിശ്ചിതമാണ്. മരണം ഏത് നിമിഷവും സംഭവിക്കാം. ആട്ടുംപറ്റങ്ങളെയും കൊണ്ട് അക്കരയ്ക്ക് പോകുന്ന ദാവീദിൻ്റെ ആട്ടും കുഞ്ഞുങ്ങളെ കടിച്ചു കീറക്കത്തക്ക നിലവാരത്തിലൂടെ കൊടിയ ചെന്നായ്ക്കളി ആമേൻ കൊടുങ്കാടിൻ്റെ അകത്ത് താഴ്വരയ്ക്കകത്ത് താവളമടിച്ചിട്ടുണ്ട്. മടങ്ങി വരാം ഞാൻ ആ സന്ദേശത്തിലേക്ക്. പക്ഷേ അത് മരണനിഴലിൻ താഴ്വരയാണെന്ന് പറഞ്ഞാലും സമ്മതിക്കാം. പക്ഷേ അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അത് കടത്തി അക്കരെ കൊണ്ടുപോകുമ്പോൾ അത് ജീവന്റെ താഴ്വരയാണെന്ന് പറയുന്നതാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? അവിടെ എന്നെ തകർക്കാൻ കഴിയത്തില്ല. അവിടെ നടത്തുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. ലോകാവസാനത്തോളം എല്ലാം നാളും എന്താ പറഞ്ഞിരിക്കുന്നത്? I will with you every time. ഞാൻ എല്ലാ സമയത്തും എല്ലാ നാളിലും നിങ്ങളോട് കൂടെയുണ്ട്. നല്ല രാമയും പറഞ്ഞാട്ടെ. 2, ഒന്നാമത്തത് മരണനിഴലിൻ താഴ്വര, അത് ജീവന്റെ താഴ്വരയാണ്. രണ്ടാമത്തത് നിങ്ങൾക്കറിയാം, ഫെലിസ്ത്യർ ഇസ്രായേലിന് നേരെ പാളയമടിച്ചൊരു മലംചെരിവിൻ്റെ ഒരു മലയുടെ ഒരു ചെരുവിൽ നിൽക്കുന്നു. ഇസ്രായേൽ ജനം മറ്റൊരു മലയുടെ ഒരു ചെരുവിൽ നിൽക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൊരു താഴ്വരയുണ്ട്. ഹലോ, ഇവിടെ ഉണ്ടല്ലോ, സ്തോത്രം. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൊരു താഴ്വര ഉണ്ട്. ആ താഴ്വരയുടെ പേര് പറയരുത്. അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്ക്. എല്ലാത്തിനും കയറി കൈപൊക്കരുത്. നമ്മുടെ ദൈവമൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാണുന്നതിനും കേൾക്കുന്നതിനെല്ലാം എന്ത് ചെയ്യും? കൈപൊക്കും. എന്നാൽ വല്ല കാരണമുണ്ട്? ഒരു കാരണവും ഇല്ല. ആ താഴ്വരയുടെ പേരറിയാവുന്നവരുന്ന് കൈപൊക്കിക്കേ. സ്തോത്രം. 1-2 കൈകൾ പൊങ്ങി. ആ താഴ്വരയുടെ പേര് ഞാൻ തന്നെ പറയാം, നിങ്ങളെ കൊണ്ട് വിഷമിപ്പിക്കണ്ടല്ലോ. ആ താഴ്വരയുടെ പേരാ ഏലാ താഴ്വരയെന്ന്. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ താഴ്വരയ്ക്കകത്ത ഒരു വലിയ പ്രതിസന്ധി നിൽപ്പുണ്ട്. ഇസ്രായേൽ ജനം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പൊക്കത്തിലുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേരെന്താണ്? ഗോലിയാത്ത്. ഈ മനുഷ്യൻ്റെ നിപ്പ് ഈ താഴ്വരയ്ക്കകത്താണ്. ഈ താഴ്വരയ്ക്കകത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയാമോ? തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുക? ഇനി അത് മാത്രമാണോ? അത് മാത്രമല്ല, അടുത്ത പദം, അവൻ്റെ ദുഷിക്കുന്ന പദം ഉപയോഗിക്കുന്നത് ദൈവത്തെയാണ്. ഹലോ, അപ്പോൾ ഏലാ താഴ്വര പരാജയത്തിൻ്റെ താഴ്വരയാണെന്ന് ഇസ്രായേൽ ജനത്തോട് പിശാചു പറഞ്ഞു. ഇവിടെ വെച്ച് നിന്നെ ഞങ്ങൾ തകർക്കും. ഏലാ താഴ്വര കടക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. ഇത് നിന്റെ പരാജയത്തിൻ്റെ താഴ്വരയാ. ദൈവദാസന്മാരെ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന നമുക്ക് ഏലാ താഴ്വര പരാജയത്തിൻ്റെ താഴ്വരയല്ല, അത് വിജയത്തിൻ്റെ താഴ്വരയാ. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ.
ഏതൊക്കെ മേഖലകളിൽ പരാജയപ്പെടുത്തുമെന്നും തലമുറകളെ പരാജയത്തിൻ്റെ ഭീതിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്നും പൈശാചിക വൃന്ദങ്ങൾ ആർപ്പോടെ നമ്മുടെ നേരെ കടന്നു വന്ന് പറഞ്ഞാലും അഭിമാനത്തോടെ നമ്മൾ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില ഏലാ താഴ്വര വിജയത്തിൻ്റെ താഴ്വരയാക്കും ഞങ്ങൾ. പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ഇന്ന് പകലിൽ അഭിമാനത്തോടെ പറയണം, ഇത് ഞങ്ങൾക്ക് പരാജയമല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സംഭവിക്കുന്നതൊന്നും പരാജയമല്ല. ഒന്നിനും ഞങ്ങളെ തകർക്കാൻ കഴിയത്തില്ല, ഒന്നിനും ഞങ്ങളെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ശത്രു എത്ര വാപിളർന്നു ഞങ്ങളുടെ നേരെ കടന്നു വന്നാലും, അവന്റെ ആർഗ്യുമെന്റുകൾ, വാഗ്വാദങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഠോരമായി കടന്നു വന്നാലും ഞങ്ങൾ ഭയപ്പെടത്തില്ല. കാരണം ഏലാ താഴ്വരയ്ക്കകത്ത് ഞങ്ങൾക്ക് വിജയമൊരുക്കുന്നവൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഏലാ താഴ്വര പരാജയത്തിന്റെ ആഴമല്ല കേട്ടോ, പ്രാർത്ഥിക്കുന്നവർക്കത് വിജയത്തിന്റെ ആഴമത്രേ. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇനി മൂന്നാമത്തെ ഒരു ആഴമുണ്ട്, അത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ആ താഴ്വരയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? അസ്ഥിയുടെ താഴ്വര. നല്ലൊരു ആമേൻ പറയണേ, സ്തോത്രം. എന്താണ്? അസ്ഥിയുടെ താഴ്വര. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു മഹാസൈന്യമായി നിന്നവരാ. ആർക്കൊക്കെയോ വേണ്ടി യുദ്ധസന്നദ്ധരായി നിന്ന ഒരു സൈന്യം, ഒരുങ്ങി ഇറങ്ങി ചാടി പുറപ്പെട്ട് യുദ്ധം ചെയ്തവർ, ആരോഗ്യമുണ്ടായിരുന്നവർ, ആരോഗ്യ ദൃഢഗാത്രന്മാരായിരുന്നവർ, വാളും പരിചയും കുന്തങ്ങളും വില്ലുകളും അമ്പുകളും എടുത്ത് യുദ്ധം അഭ്യസിച്ചിരുന്നവർ, നല്ല രീതിയിൽ കായിക അഭ്യാസം ഉണ്ടായിരുന്നവർ. പക്ഷേ ബന്ധം വേർപെട്ട് ആമേൻ അസ്ഥികളിൽ നിന്ന് അസ്ഥികൾ തെന്നിമാറി, ആമേൻ മജ്ജകൾ മാറിപ്പോയി, മാംസങ്ങൾ മാറിപ്പോയി, ത്വക്കുകൾ മാറിപ്പോയി, ആമേൻ ഞരമ്പുകൾ വേർപെട്ടുപോയി. ഇന്ന് കേവലം ഒരു അസ്ഥി കൂമ്പാരമായി ഒരു താഴ്വരയിൽ കിടക്കുമ്പോൾ ഇത് നിന്റെ താഴ്ചയുടെ താഴ്വരയല്ല. ഇവിടെ നിന്ന് 4 ദിക്കുകളിൽ നിന്നും ഉയർന്നടിക്കുന്ന ഒരു കാറ്റ് വരുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് പകലിൽ അഭിമാനത്തോടെ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് 4 ദിക്കുകളിൽ നിന്നും നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ, നമ്മളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാൻ കരുത്തുള്ള യഹോവയുടെ കാറ്റ് 4 ദിക്കുകളിൽ നിന്നും നമ്മുടെ ആലയത്തെ ലക്ഷ്യമാക്കി അവൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് താഴ്ചയുടെ അനുഭവത്തിൽ നിന്ന്, താഴ്ചയുടെ താഴ്വരയിൽ നിന്ന്, താഴ്ചയുടെ ആഴത്തിൽ നിന്ന് ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് നീ ഏത് നിലവാരത്തിലായിരുന്നു അതേ നിലവാരത്തിൽ 2 കാലിൽ ഊന്നി നിൽക്കത്തക്ക നിലവാരത്തിൽ, ആരോഗ്യം മടക്കിത്തക്ക തരുന്ന നിലവാരത്തിൽ, ആമേൻ ഞരമ്പുകളും ത്വക്കുകളും മാംസങ്ങളും മജ്ജകളും നിനക്ക് തരുന്ന നിലവാരത്തിൽ, ആത്മാവിനെ പകരുന്ന നിലവാരത്തിൽ, ശ്വാസം പകരുന്ന നിലവാരത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സംസാരിക്കത്തക്ക നിലവാരത്തിൽ, ഓടുന്ന നിലവാരത്തിൽ, ചാടുന്ന നിലവാരത്തിൽ, അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കുന്ന നിലവാരത്തിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ, ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. പോരാ, ചില മിനിറ്റുകൾ കരമടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകലിൽ ഏതൊക്കെ താഴ്വരകൾ നിന്റെ മുൻപിൽ രൂപപ്പെട്ടാലും അതേ താഴ്വരയ്ക്കകത്ത് നിന്നെ മാനിക്കുന്ന സ്വർഗം, അതേ താഴ്വരയ്ക്കകത്ത് നിനക്ക് ജീവൻ നൽകുന്ന ദൈവം, അതേ താഴ്വരയ്ക്കകത്ത് നിനക്ക് വിജയം നൽകുന്ന ദൈവം, അതേ താഴ്വരയ്ക്കകത്ത് നിനക്ക് ഉയർച്ച തരുന്ന ദൈവം, അതേ താഴ്വരയ്ക്കകത്ത് നിന്നെ മാനിക്കുന്ന ദൈവം. പരാജയത്തിന്റെ ഭീതി നിന്റെ കുടുംബത്തിന്റെ അകത്ത് വന്നാലും ഇന്ന് പകലിൽ ഭാരപ്പെടേണ്ട. ഈ ഉപവാസ പ്രാർത്ഥന ചില ചരിത്രങ്ങളെ മാറ്റട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ചില കുടുംബ ജീവിതങ്ങൾ തകർച്ചയുടെ അനുഭവത്തിലേക്ക് പൈശാചികൻ വലിച്ചു കൊണ്ടുപോകുമ്പോൾ, അത് താഴ്വരയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ, നിഗതന്മാരുടെ കൂട്ടത്തിൽ നിന്നെ തള്ളിവിടാൻ നോക്കുമ്പോൾ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല,
ഇല്ല കുഞ്ഞേ, ഞാൻ നിന്നെ അതിന് അനുവദിക്കത്തില്ല. അതിൻ്റെ നടുവിൽ നിന്നും നിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് നിന്റെ കുടുംബ ജീവിതം ഒരു വിജയകരമായ അനുഭവത്തിലേക്ക്, ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്ര പേരിന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ട്? തലമുറകൾ പരാജയത്തിൻ്റെ അനുഭവത്തിലാണ്, തലമുറകൾ പരാജയത്തിൻ്റെ ഭീതി മണത്തുകൊണ്ടിരിക്കുകയാ. പക്ഷെ ഇന്ന് പകലിൽ ആത്മനിറവോടെ പറ, തലമുറകൾ പരാജയപ്പെടത്തില്ല. ഞങ്ങളുടെ തലമുറകളെ വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക്, വിജയത്തിൻ്റെ കൊടി നാട്ടുന്ന നിലവാരത്തിലേക്ക് ഞങ്ങളുടെ തലമുറകളെ കൊണ്ടെത്തിക്കുവാൻ സർവശക്തനായവൻ ഇന്ന് പകൽ താഴ്വരയുടെ നടുവിൽ ഉലാവുന്നുണ്ട്. സ്തോത്രം പറയാൻ കഴിയുന്നവര് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു തുടങ്ങട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ചില അനുഭവങ്ങൾ താഴ്വരയിൽ നൽകുന്ന, ഞങ്ങൾക്ക് വേണ്ടി ചില അനുഭവത്തിന്റെ അത്ഭുതങ്ങൾ താഴ്വരയിൽ ഒരുക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കാട്ടുതീ ആളി പടരുന്നത് പോലെ ആലയത്തിന്റെ അകത്തളത്തിൽ ആത്മാവിന്റെ സഞ്ചാരം തുടങ്ങട്ടെ. വേദനിപ്പിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരു അഭിഷേകത്തിന്റെ തീ കാറ്റ് ഇന്ന് പകലിൽ ഊതട്ടെ. അഭിഷേകത്തിന്റെ തീ കാറ്റ് ഇന്ന് പകലിൽ ആലയത്തിൽ സഞ്ചരിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ തീ വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ തീ വെളിപ്പെടട്ടെ. താഴ്വരക്കകത്ത് തകർക്കാൻ നോക്കുന്ന, താഴ്വരക്കകത്ത് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ചില പൈശാചികന്റെ തന്ത്രങ്ങളെ ഇന്ന് പകലിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷക്തന്മാർ ചേർന്ന്, ദൈവ കുഞ്ഞുങ്ങൾ ചേർന്ന് അതിനെ നിർവീര്യമാക്കുകയാണ്. പോട്ടട്ടെ, പോട്ടട്ടെ, പോട്ടട്ടെ. താഴ്വരക്കകത്ത് തകർക്കാൻ നോക്കുന്ന അനുഭവങ്ങൾ പോട്ടട്ടെ, പരാജയത്തിന്റെ അനുഭവങ്ങൾ പൊട്ടി മാറട്ടെ, മരണത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടിട്ട് തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ പോരുകളും പൊട്ടി മാറട്ടെ. ഒരു താഴ്വരയ്ക്ക് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല. താഴ്വരയ്ക്കകത്ത് പൈശാചിക വൃന്ദങ്ങൾ, ആമേൻ, പല്ലിളിച്ച് കുലുങ്ങിച്ചിരിക്കുന്ന കുടിയിരിപ്പിൻ്റെ കെട്ടുകൾ വാതഗതി മുഴക്കുമ്പോൾ അവൻ കുത്തിയ മണ്ണിൻ്റെ മുകളിൽ കാലൂന്നി നിന്നുകൊണ്ട് അഭിമാനത്തോടെ അഭിഷേകത്തിൻ്റെ ശബ്ദമുയർത്താൻ ചങ്കൂറ്റമുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ, ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ. കുഴുകുത്തിയ മണ്ണിൻ്റെ മുകളിൽ കാലൂന്നി നിന്നുകൊണ്ട് അഭിഷേകത്തിൻ്റെ ശബ്ദമുയർത്തട്ടെ എന്ന് അഭിമാനത്തോടെ സ്തോത്രം പറയട്ടെ. വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. Thank you, Jesus. അപ്പോൾ താഴ്വരയുടെ അനുഭവം ഒരു ഭയാനകമാണ്, ആഴത്തിൻ്റെ അനുഭവം ഒരു ഭയാനകമാണ്. രാത്രിയിൽ വീടിൻ്റെ അകത്ത് പെട്ടെന്നിരിക്കുമ്പോൾ കരണ്ടങ്ങ് പോയെന്നിരിക്കട്ടെ, 4 പേര് 4 ചുറ്റും ഉണ്ടെങ്കിൽ മാത്രമേ വീടിൻ്റെ അകത്തോടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ഒറ്റപ്പെട്ടു പോയി താഴ്വരയ്ക്കകത്തോ ആഴത്തിൻ്റെ അകത്തോ വീണു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്കറിയാം, ചില ഒരു സമയങ്ങളിൽ ബോർവെല്ലിൻ്റെ അകത്ത്, കുഴൽക്കിണറിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ വീണുപോയി എന്ന വാർത്ത വളരെ ഭയാനകമായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഭീതിയോടെ മണിക്കൂറുകൾ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയ അനുഭവം നമുക്കറിയാം. ഒന്ന് പ്രതികരിക്കാൻ കഴിയത്തില്ല, ഒന്ന് സംസാരിക്കാൻ ആളില്ല, ആമേൻ, മാറത്തടിച്ച് നിലവിളിക്കാൻ കഴിയുന്ന ശരീരമോ കൈകാലുകളോ അനക്കാൻ കഴിയത്തില്ല. അങ്ങനെ വല്ലാത്തൊരു ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെ അവർ കടന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ, ആമേൻ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഭക്തനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്താ? ഒറ്റപ്പെടലിൻ്റെ ആമേൻ ഒരു അനുഭവം, ആമേൻ, അവൻ്റെ ജീവിതത്തിൽ കടന്നു വരും. എങ്ങനെ കടന്നു വരും? ഈ ആഴത്തിൽ വീണു പോയപ്പോൾ ആരോടും വാതുറന്ന് പറയാൻ കഴിയില്ല, ആമേൻ, ഉറച്ചൊന്ന് കരയാൻ കഴിയാത്ത വല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് പറഞ്ഞത്, കുഞ്ഞേ, നീ കരയണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്.
നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വെള്ളം നിന്നെ മൂടത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് പകലിൽ ഈ താഴ്വരയുടെ അനുഭവത്തിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ചു തുടങ്ങാം. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന നിരവധി ആളുകളുണ്ട്, അവരെ പുറത്ത് കൊണ്ടുവരണ്ടേ? ഉപവാസ പ്രാർത്ഥന 21 ദിവസം കഴിയും. താഴ്വരയ്ക്ക് പുറത്ത് വന്നില്ലെങ്കിൽ കുഞ്ഞെ, അവിടെ ഒരുപക്ഷെ നിന്നെ അടക്കേണ്ടി വരും. ഇന്ന് പകലിൽ അങ്ങനെ കുഴികുത്തി കാത്തിരിക്കുന്ന പൈശാചിക വൃന്ദങ്ങളുണ്ടല്ലോ, ആമേൻ. അവൻ കോരിയിട്ടിരിക്കുന്ന മണ്ണിൻ്റെ മുകളിൽ കാലൂന്ന് നിന്ന് പ്രവചിക്കാൻ ചങ്കൂറ്റമുള്ളവർ ഇതിൻ്റെ അകത്ത് എഴുന്നേൽക്കണമെന്ന്. അവൻ കോരിയിട്ടിരിക്കുന്ന മണ്ണിൻ്റെ മുകളിൽ കാലുകുത്തി നിന്ന് ആത്മാവിൽ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യാൻ, ആരാധിക്കാൻ ചങ്കൂറ്റമുള്ള തലമുറകളും എഴുന്നേറ്റ് വരണമെന്ന്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? എന്നെ മൂടാനുള്ള മണ്ണ് നിൻ്റെ കയ്യിലില്ല പിശാചേ. എന്നെ മൂടാനുള്ള കുഴിയൊന്നും കുത്താൻ നിനക്ക് കഴിയത്തില്ല. കാരണം എന്നോട് കൂടെ ഒരുവൻ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ സന്ദേശത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഒന്ന്, മരണനിഴലിൻ താഴ്വര. എന്താ മരണനിഴലിൻ താഴ്വര എന്ന് പറയുന്നത്? അതേക്കുറിച്ച് അറിയണമെങ്കിൽ വേഗത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് വരാം. ഒരു കാലഘട്ടങ്ങളിൽ യഹൂദ ഭവനങ്ങളിൽ, അവരുടെ വീടുകളിലൊക്കെ നിലവിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ആടിനെ വളർത്തുക എന്ന് പറയുന്നത്. എന്താണ് ആടിനെ വളർത്തുക എന്ന് പറയുന്നത്? അത് അവരുടെ ഒരു തൊഴിലാണ്, അവരുടെ കൃഷിയാണ്. നിരവധി നമ്മളെപ്പോലെ 1-2 ആടുകൾ വീട്ടിലുണ്ടായിട്ട് പള്ളി വരാതിരിക്കുന്നവരെ പോലെയൊന്നുമല്ല. നമുക്ക് ഒരാടുണ്ടെങ്കിൽ പള്ളി വരികയില്ല. മിണ്ടുന്നില്ല. അവർക്ക് 10,000-കണക്കിന് ആടുണ്ടെങ്കിലും അവർ പള്ളിയിൽ പോകും. നമുക്ക് ഒരാടേ ഉള്ളൂ. പാസ്റ്റേ പ്ലാവിൻ്റെ ഇല വെട്ടി, പക്ഷേ അത് മൊത്തം ആടിനിട്ട് കൊടുക്കാൻ പറ്റിയില്ല, വഴി കിടക്കുന്നത് കൊണ്ട് ഈ ഞായറാഴ്ച എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് വരാനായിട്ട് ഒറ്റയാടേ ഉള്ളൂ. എത്ര ആടുണ്ട്? ഒറ്റയാട്. പള്ളിയിൽ എന്ത് ചെയ്തിട്ടില്ല. പലരുടെ മുഖത്തൊക്കെ ഒരു ചമ്മിയ ചിരിയുണ്ട്. എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കട്ടെ, അതെനിക്കറിയത്തില്ല. ഒറ്റയാടേ ഉള്ളൂ. പക്ഷേ പ്ലാവിൻ്റെ ചപ്പ് വെട്ടി വലിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ സമയം പോയി വാസേ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അച്ചായൻ രാവിലെ ആടിന് പിണ്ണാക്ക് മേടിക്കാൻ എന്ത് ചെയ്തേക്കുക. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റേ ഇപ്പം പിന്നെ നേരത്തെയൊക്കെ പറയുമായിരുന്നു, ഇപ്പം അതുമില്ല. ഇപ്പോൾ വോയിസ് ഇടുകയുള്ളൂ. ഇപ്പം എന്താ ചെയ്യുന്നത്? വോയിസ് ഇടത്തുള്ളൂ. പാസ്റ്റേ ഈ ആഴ്ച ഞങ്ങൾക്ക് പള്ളി വരാൻ കഴിയത്തില്ല, കാരണം പാസ്റ്റേ ആട് വീട്ടിലുണ്ട്, ആടിന് ചപ്പൊന്നും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല. എന്തോ ഒരു ഗതികേടാന്ന് നോക്കി. അന്നത്തുള്ള ആട്ടിടയന്മാർക്ക് 1-2 ആടല്ല മക്കളെ, ആയിരക്കണക്കിന് ആടുകളുണ്ട്, 10,000-കണക്കിന് ആടുകളുണ്ട്. ഇത്രയും ആടുകളെ ഇവർ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, മേയ്ക്കുന്നത്. ഈ ആടുകളെയും കൊണ്ട് പല ആട്ടിടയന്മാർ അവരവരുടെ വീടുകളിൽ നിന്ന് ആടുകളെയും കൊണ്ട് ഇതുപോലെ മലമ്പ്രദേശങ്ങളിലേക്ക് പോകും. മലമ്പ്രദേശങ്ങളിലേക്ക് ചെന്ന് ഇവർ കൂട്ടമായി ആടുകളെ അവിടെ തീറ്റാൻ വിടും. ഇനി ഒന്നും കൂടിയുണ്ട്. ഈ ആടുകളെ തീറ്റയ്ക്കൊക്കെ വിട്ടതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ ഈ ഇടയൻ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ഈ ശബ്ദം പുറപ്പെടുവിക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആട്ടിടയന്മാരുടെ ആടുകളൊന്നും ഈ ആട്ടിടയൻ്റെ അടുത്ത് വരികയില്ല. സ്തോത്രം പറഞ്ഞില്ല. നമുക്കിന്ന് അതാ ഇഷ്ടം. ഇവിടെ നിന്നൊരൊറ്റ ശബ്ദമാണ്, എന്നെ വെറുതെ വിട്ടേക്കണേ. ഇവിടെ നിന്നൊരു ശബ്ദമാണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആട്ടിൻകുഞ്ഞുങ്ങളെ കണ്ടോണ്ടാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇടയൻ്റെ കീഴിൽ തന്നെ പോകാവൂ. വെല്ലോ ഇടയന്മാരുടെ കീഴിലും എന്ത് ചെയ്യരുത്, പോകരുത്. കറവ വറ്റിക്കഴിയുമ്പോൾ അവന്മാർ അറക്കാൻ വിടും. സ്തോത്രം പറഞ്ഞില്ല. അതൊരു ദൂതാണ്. ഏതെങ്കിലുമൊക്കെ ശബ്ദം കേട്ട് എന്നാൽ ഇന്ന് ഈ ഇടയൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യാം, പോകാം, കൊള്ളാം. ഈ 21-നേക്കാളും വേറൊരു 21 അപ്പുറം നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയേക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓർക്കും കുഴപ്പമില്ല, ഇതിനേക്കാളും നല്ലത് ഇവിടെ തന്നെ. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാം, നിൽക്കാമെന്ന് വിചാരിക്കുമ്പോൾ കറവ വറ്റുമ്പം അറക്കാൻ വിടും.
പക്ഷേ ഈ ഇടയൻ അറിയാം ഇതിൻ്റെ പ്രായം എത്രയാണെന്ന്. സ്വന്തം ഇടയൻ അറിയാം. നല്ലൊരു ആമേൻ പറഞ്ഞ്. ഇനി അവിടെ കിടന്ന് ചത്താലും നമ്മുടെ വീട്ടിലുള്ള നല്ലൊരു ആടിനെ നമ്മൾ വളർത്തട്ടെ. നമ്മൾ വളർത്തി നമ്മളിനി എനിക്ക് കിങ്ങിണിന്നോ അമ്മണിന്നോ മേരിക്കുട്ടിന്നോ മറിയാമോ എന്ന് എന്തെങ്കിലുമൊക്കെ പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള പേരൊക്കെ ഇട്ട് ഇതിനെ വിളിക്കുന്ന സമയത്ത് ഇത് പ്രായമായി, എന്നാൽ പിന്നെ ഇതിനെ കൊല്ലാൻ കൊടുത്തേക്കാന്നും പറഞ്ഞ് ജോയിൻ പാസ്റ്റർ നമ്മൾ കൊല്ലാൻ കൊടുക്കുകയില്ല. കാരണം നമുക്കതിന് മനസ്സെന്ത് ചെയ്യത്തില്ല. പക്ഷെ അപ്പുറത്തെ ഇടയൻ്റെ കയ്യിലൊന്ന് കൊടുത്തു നോക്കി, അവൻ കൃത്യം അവന് കഴുത്ത് കത്തി വെച്ചിരിക്കും. അവന് പേര് കിങ്ങിണിന്ന് വിളിച്ചാൽ ഈ ആട് മൈൻഡ് ചെയ്യല. സ്വത്രം പറഞ്ഞില്ല. ഉള്ള പഞ്ചസാര വെള്ളമെല്ലാം കൊടുത്ത് ഇതിനെ പാസ്. ഇതെങ്ങനെയാണ് പഞ്ചസാര വെള്ളം കൊടുക്കുന്നത്? ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. സ്വത്രം. ഉള്ള പഞ്ചസാര വെള്ളമെല്ലാം കൊടുത്ത് ഇതിൻ്റെ ചോരയും നീരും വരെ ഇവൻ ഊറ്റും. അതുകൊണ്ട് ഈ ഇടയന്മാരൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അതാത് ആടുകൾ അതാത് ഇടയൻ്റെ അരികിലെത്തും. അവർക്ക് മുറിവുണ്ടോ, ചതവുണ്ടോ, അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രയാസം അവർക്കുണ്ടോ എന്നൊക്കെ ഈ ഇടയൻ എന്തു ചെയ്യും? പരിശോധിക്കും. മറ്റിടയന്മാരുടെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതൊന്നും നോക്കുകയല്ല. ചട്ടി അവിടെ ചെന്നെങ്കിൽ ചട്ടിക്കകത്ത് കയറും. കൃത്യമാണ്. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാണുന്ന ഇടയന്മാരുടെ അടുത്തൊന്നും ചെന്ന് തല വെച്ച് കൊടുക്കരുത്. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. പാസ്റ്റർ തുടക്കത്തിലെ വരവ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ തീ ഇങ്ങനെ തന്നെ അവസാനം വരെ പോകുമെന്ന. എന്നാലല്ലേ ഉപദേശത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇല്ല, നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് പോകും. ഇതാകുമ്പോൾ ഇനി എഴുന്നേറ്റ് പോകാൻ പറ്റിയല്ലോ. ചട്ടി വരുന്നതിന് ചട്ടിക്കകത്ത് കയറ്റുന്ന ഇടയന്മാർ അവൻ നമ്മുടെ ദേശത്തും ഉണ്ടെന്ന്. അതിൻ്റെ കീഴെ കൊണ്ട് തല വെച്ച് കൊടുക്കരുത്. കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ഈ ഇടയന്മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾ ഓടി വരും. അതാത് ഇടയന്മാരുടെ കീഴിൽ അവർ സംരക്ഷണത്തോടെ ഇരിക്കും. വീണ്ടും അടുത്ത ഒരു പ്രഭാതമാകുമ്പോൾ ഇടയൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സിംറ്റംസ് കൊടുക്കുമ്പോൾ ഈ ആടുകൾ തീറ്റയ്ക്ക് വേണ്ടി പോകും. അവർ തീറ്റയൊക്കെ കഴിഞ്ഞ് വീണ്ടും എന്തു ചെയ്യും? മടങ്ങി വരും. പാസ്റ്റർ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം എന്നാ? ശ്രദ്ധിച്ച് കേട്ടോണം. നിരവധി ആട്ടിടയന്മാരും നിരവധി ആടുകളുമായി ഒരു പ്രദേശത്തേക്ക് കടന്നു ചെന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പ്രദേശത്തെ തീറ്റ എന്തു ചെയ്യും? അവസാനിക്കും. അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? അടുത്ത മലമ്പ്രദേശത്തേക്ക് ഇവരെന്ത് ചെയ്യും? പോകും. ഈ അടുത്ത മലമ്പ്രദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ ഈ മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ഇവർക്ക് പോകാൻ കഴിയത്തുള്ളൂ. എന്താണ് അനുഭവം? ഈ മലയുടെ താഴെയും അടുത്ത മലയുടെ താഴെയുമായി ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേരാണ് താഴ്വര എന്ന് പറയുന്നത്. എന്താ താഴ്വരയ്ക്ക് ഇത്ര പ്രത്യേകത എന്നുള്ളത്? താഴ്വരയെക്കുറിച്ച് എന്താ ഇത്ര അനുഭവം പറയാനുള്ളത്? അനുഭവം പറയാനുണ്ട്. കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ലെന്ന് ദാവീദ് പച്ചയ്ക്ക് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ താഴ്വരയ്ക്കകത്ത് ഇരുട്ടിൻ്റെ അനുഭവമുണ്ട്. ഈ താഴ്വരയ്ക്കകത്ത് എന്നെ ഭീതിപ്പെടുത്തുന്ന എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട്. ഈ താഴ്വരയ്ക്കകത്ത് എന്നെ അലോസരപ്പെടുത്തത്തക്ക നിലവാരത്തിലുള്ള, അസ്വസ്ഥതപ്പെടുത്ത നിലവാരത്തിലുള്ള എന്തൊക്കെയോ അനുഭവങ്ങൾ ഈ താഴ്വരയ്ക്കകത്തുണ്ട്. ഒറ്റ വാക്കും കൂടി പറഞ്ഞാൽ, ഈ താഴ്വര എനിക്കൊന്ന് കടക്കണമെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടുന്ന സാഹചര്യം വരും. പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ്റെ ജീവിതം, എൻ്റെ മരണം ഈ താഴ്വരയ്ക്കകത്ത് സുനിശ്ചിതമാണെന്ന് ദാവീദിന് അറിയാവുന്നത്
അതുകൊണ്ടാ പറഞ്ഞ് കൂരിരുൾ താഴ്വരയുടെ അനുഭവം എൻ്റെ മുൻപിലുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് സുഖത്തോടുകൂടിയുള്ള യാത്രയല്ല, ഇത് നന്മയ്ക്കകത്തൂടി മാത്രം നടക്കുന്ന യാത്രയല്ല. അപകടങ്ങൾ മുൻപിലുണ്ട്, പ്രതിസന്ധികൾ മുൻപിലുണ്ട്, പ്രതികൂലങ്ങൾ മുൻപിലുണ്ട്. ആമേൻ. മരണങ്ങൾ വരെ ഒരുപക്ഷെ ജീവിതത്തിൽ തുടർ പരമ്പരകളായി കുടുംബത്തിന്റെ അകത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഇന്ന് പകലിൽ അഭിമാനത്തോടെ പറയുന്നു, ഇതിന്റെ അകത്തൂടി ഞാൻ നടന്നാലും എനിക്ക് ഭാരമില്ല, എനിക്ക് ഭയമില്ല, എനിക്ക് പേടിയില്ല. ഈ താഴ്വരയ്ക്കകത്ത് എൻ്റെ കരം പിടിച്ചു നടത്താൻ കരുത്തുള്ള ഒരുവൻ എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഒരു ചിന്തയാണ്, താഴ്വര ഇങ്ങനെ ഭീതിപ്പെടുത്തി നിർത്തുന്ന കണ്ടപ്പം ശരിക്കും വേണമെങ്കിൽ ദാവീദ് താഴ്വരയെ നോക്കിയായിരിക്കും പറഞ്ഞ, കൂരിരുൾ താഴ്വരയാണെങ്കിലും എനിക്ക് നിന്നെ പേടിയില്ലെന്ന്. അല്ല, രാമയും പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങാനും വന്നാൽ 4 ആഴ്ച പള്ളി വരികയില്ല, 5-ാമത്തെ ആഴ്ച പിന്നെ എങ്ങോട്ട് പോകുമെന്നൊട്ട് അറിയത്തുമില്ല. കൂരിരുൾ എന്നുള്ള പദം കേട്ടാൽ മതി, താഴ്വര പുറകെ വന്നാൽ മതി. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുന്നതിന് മുമ്പേ നമ്മൾ ഓടും. ഇതിലും നല്ലത് വേറെ ഉണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ച് പറ്റുമെങ്കിൽ ആമേൻ നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള 40-ലധികം പാസ്റ്റർമാരെ വിളിക്കും. എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഉള്ള കൂരിരുൾ മൊത്തം പിന്നെ വീടിൻ്റെ അകത്താണ്. എൻ്റെ ഒരു ചിന്ത ഞാൻ അങ്ങ് പറയാം പാസ്റ്റേ. ദാവീദ് ഒരുപക്ഷെ ഈ കൂരിരുൾ നിറഞ്ഞ താഴ്വര മുൻപേ കണ്ടപ്പോൾ ദാവീദ് ഈ താഴ്വരയെ നോക്കി അങ്ങ് പറഞ്ഞു, എടാ നിനക്ക് പോലും എന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നല്ല രാമയം പറയാമോ? ഇന്ന് പകലിലൊരു ദൂത് പറയാം. ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ സ്വർഗം നിങ്ങൾക്ക് അനുകൂലമാക്കാൻ പോവുകയാണ്. പോരാ, കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അഭിഷക്തന്മാരെ പ്രാർത്ഥിച്ചോണം. ആമേൻ. ശുശ്രൂഷയുടെ മുൻപിൽ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമുക്ക് സ്വർഗം അനുകൂലമാക്കി തരാൻ പോകുകയാ. കൂരിരുൾ താഴ്വര ഒരു പ്രതികൂലമാണെന്ന് വിചാരിച്ചാൽ ഇന്ന് പകലിൽ അതൊരു പ്രതികൂലമായി കാണണ്ട, അത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പോകുകയാ. കാരണം ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ സ്വർഗം നിങ്ങൾക്ക് വെളിച്ചമായി കടന്നു വരുന്നുണ്ട്. സ്വർഗം നിങ്ങളുടെ കൂടെ ഒരു വഴികാട്ടി കടന്നു വരുന്നുണ്ട്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ജീവിതത്തിന്റെ അകത്ത് അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളെ കണ്ട് തളരരുത്, വേദനപ്പെടരുത്, നിരാശപ്പെടരുത്. അത് നിങ്ങൾക്കൊരു അനുകൂലമാക്കുകയോ, അത് നിങ്ങൾക്കൊരു അനുകൂലമാക്കുകയോ. വേഗത്തിൽ ആ സന്ദേശത്തിൽ നിന്ന് വിട പറയുകയാണ്. ഈ താഴ്വരയ്ക്കകത്തൊരു 4 അനുഭവമുണ്ട് പാസ്റ്റേ. താഴ്വരയ്ക്കകത്ത് ഈ ആഴത്തിലൊരു 4 അനുഭവമുണ്ട്. ഒന്ന്, ഈ താഴ്വരയ്ക്കകത്തെ 1-ാമത്തെ അനുഭവം ആമേൻ തിരുവചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, കൂരിരുൾ താഴ്വരയാണ്. അപ്പോൾ താഴ്വരയ്ക്കകത്ത് എന്തുണ്ട്? കൂരിരുട്ടുണ്ട്. ഇരുട്ട് മാത്രമല്ല, കൂരിരുട്ട. ചില ഇരുട്ടിൻ്റെ അകത്തൂടെയൊക്കെ നമ്മൾ തപ്പിത്തടഞ്ഞ് എന്ത് ചെയ്യും? പോകും. അതിന് വിരുദ്ധരായവർ നമ്മുടെ ഇടയിലുണ്ട്. ചില ഇരുട്ടിൻ്റെ അകത്തു നിന്നൊക്കെ തപ്പിത്തടഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. പക്ഷെ കൂരിരുട്ടുണ്ട്. നമ്മളൊക്കെ ഈ കലണ്ടറിലുണ്ട് കർക്കിടക വാവ്, അന്ന് ഭയങ്കര ഇരുട്ടാണ് അല്ലേ? കർക്കിടക വാവിൻ്റെ അന്ന് ഭയങ്കര ഇരുട്ടാണ്. അന്ന് നമ്മൾ പറയും, അയ്യോ കൂര് ഇരുട്ട. ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും നമുക്ക് കാണാനായിട്ട് ശരിക്കും എന്ത് ചെയ്യത്തില്ല. അതുപോലെയുള്ള ഇരുട്ട് എവിടെ? ഈ താഴ്വരയ്ക്കകത്തുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നിന്നെ ഈ താഴ്വര താണ്ടാൻ അവൻ അനുവദിക്കത്തില്ല. പിശാച് ഒരു കാരണവശാലും ഈ താഴ്വരയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തു വിടാൻ അവൻ അനുവദിക്കത്തില്ല. ആമേൻ. കൂരിരുട്ടിൻ്റെ വേറെ പ്രത്യേകതയുണ്ട്, അത് പറഞ്ഞങ്ങ് വിടാം. കൂരിരുട്ടിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഭീതികരമായ അനുഭവമാണ്, ഭയമുളവാക്കുന്ന അനുഭവമാണ്, പേടിപ്പെടുത്തുന്ന അനുഭവമാണ്.
ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം മനുഷ്യന് 400-ലധികം പേടിയുണ്ടെന്നാണ് പറഞ്ഞ്. എത്ര പേടിയുണ്ടെന്നാണ് പറഞ്ഞ്? സ്വത്രം. എത്ര പേടിയുണ്ട്? 400-ലധികം പേടി. പട്ടിയെ പേടി, പൂച്ചയെ പേടി, കോഴിയെ പേടി, ആനയെ പേടി, പാമ്പിനെ പേടി. പക്ഷേ ദൈവത്തെ മാത്രം ഞാനല്ല, നിങ്ങളാണ് പറഞ്ഞത്. ഞാനതൊന്നുമല്ല ചോദിച്ചത്. അപ്പോൾ സത്യത്തിൽ പുറത്തെന്ത് ചെയ്തു? അത് വന്നു. 400-ലധികം 401 പേടിയായിരുന്നു വേണ്ടത്, 400 ഉള്ളൂ. ഒരു പേടി മാത്രം. ചിലർക്ക് ദൈവത്തെ മാത്രം എന്തില്ല. അപ്പം ഇരുട്ടെന്ന് പറയുന്നതിൻ്റെ അനുഭവം ഭീതിപ്പെടുത്തുന്നതാണ്. നമ്മളൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഇരുട്ടിനെ പേടിച്ചിരുന്നവരാണ്. കറണ്ട് പോയാൽ മാത്രമല്ല, ഒരു വഴിയിലൂടെ നമ്മൾ രാത്രിയിലൊന്ന് പോകണമെങ്കിൽ തന്നെ നമുക്ക് പേടിയുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്, വല്ലാതെ ഭീതിപ്പെടുത്തുന്ന. അപ്പോൾ ഇരുട്ടിൻ്റെ അനുഭവം നമ്മളെ ഭയത്തിലേക്ക് കൊണ്ടുപോകും. 1 കൂരിരുളുണ്ട്. 2 ഈ താഴ്വരയിൽ എവിടെയൊക്കെയോ അഗാധമായ ഗർത്തങ്ങളുണ്ട്. അഗാധമായ ഗർത്തങ്ങളുണ്ട്. 3 കൊടും കാടുകൾ നിറഞ്ഞതാ താഴ്വര എന്ന് പറയുന്നത്. 4 കടിച്ചു കീറുവാൻ കൊതിയോടെ നിൽക്കുന്ന കൊടിയ ചെന്നായ്ക്കളും ക്രൂര മൃഗങ്ങളും ഈ താഴ്വരയ്ക്കകത്തുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര അത്ര സുഖമൊന്നുമല്ല. അത്ര സുഗമമായ പാതയിലൂടെ അല്ല നമ്മളിപ്പോൾ നടക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ യാത്രയെ കണ്ടുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഇതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല, അവൻ എന്നോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ ഒന്ന് പറയാമോ, കർത്താവേ നീ എൻ്റെ കൂടെയുണ്ട് ഈ താഴ്വരയ്ക്കകത്ത്. ഞാൻ നടന്നു പോകുന്ന സാഹചര്യത്തിൽ, ഞാൻ വേദനിക്കുന്ന അവസ്ഥയിൽ, ഭീതിയുടെ നിഴൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകലിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ വായ് തുറന്ന് പറയുകയാ, ഇതിൻ്റെ അകത്ത് നീ എന്നോട് കൂടെയുണ്ട്. എന്നെ തകർക്കാനോ തളർത്താനോ ആർക്കും കഴിയത്തില്ല. എന്നെ ഉടച്ചു കളയുവാൻ ആർക്കും കഴിയത്തില്ല. മരണകരമായ അനുഭവം താഴ്വരയ്ക്കകത്ത് കടന്നു വന്നാലും നീ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ അഭിമാനത്തോടെ ഈ താഴ്വര താണ്ടുക തന്നെ ചെയ്യും. അക്കരെ എനിക്കൊരു നാടുണ്ട്, ഒരു നിത്യത എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ സന്തോഷത്തോടെ തന്നെ എത്തിച്ചേരുമെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ 2 കരവും ചേർത്തടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞ് എൻ്റെ അക്കരെ ദേശത്തെത്തിക്കുവാൻ കരുത്തുള്ള ഒരുവനുണ്ട്. അവനോട് ചേർന്ന് ഞാൻ ഈ താഴ്വരക്കകത്ത് നടക്കുക തന്നെ ചെയ്യും. മരണം എനിക്ക് വിഷയമല്ല, ഭയപ്പെടുത്തുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിഷയമല്ല. ഹല്ലേലൂയ. അപ്പം 4 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിൻ്റെ അകത്ത് ഒറ്റ കാര്യം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇരുട്ടിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അഗാധമായ ഗർത്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൊടുങ്കാടിൻ്റെ അനുഭവം നമുക്കറിയാം. ആമേൻ. വല്ലാത്ത ഒരവസ്ഥയാണ്. ഒറ്റപ്പെട്ടു പോയാൽ പുറത്തെത്താൻ കഴിയാത്ത നിലവാരത്തിൽ, കടിച്ചു കീറത്തക്ക നിലവാരത്തിലുള്ള ചെന്നായ്ക്കൂട്ടങ്ങൾ, കൊടിയ മൃഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, തലമുറകളൊക്കെ സ്കൂളിലേക്ക് കടന്നു പോകുന്നവരാണ്. അത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ആരാധനയ്ക്ക് ശേഷം. ആമേൻ. തലമുറകളൊക്കെ സ്കൂളിലേക്ക് കടന്നു പോകുന്നതാണ്. എനിക്കും 9ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്. ആ ഭാഗം പറഞ്ഞ് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. ഈ 2 കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ, ആമേൻ, എൻ്റെ മോള് വിളപ്പിശാല സ്കൂളിലാണ് പഠിക്കുന്നത്, 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞ് സ്കൂൾ വാഹനത്തിൽ കടന്നുപോയി. 4 മണി എന്ന് പറയുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിക്കൽ ആ സ്കൂളിലെ വണ്ടി വന്ന് നിൽക്കും. ആ സ്കൂളിലെ വണ്ടി വന്ന് 4 മണിക്ക് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്ത് തെളിയുന്ന ഒരു സന്തോഷമുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്ന എൻ്റെ മോളെ കാണുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾ ആ ഒരു അനുഭവം പങ്കിടാറുണ്ട്. പക്ഷെ ഒരു കാര്യം, 4 മണി കഴിഞ്ഞ് 1 മിനിറ്റായിട്ടും വണ്ടി വന്നില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്ത് പടപട ഇടിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഹൃദയത്തിൻ്റെ താളത്തുടികൾ മാറാൻ തുടങ്ങും. കണ്ണിൻ്റെ അകത്ത് ആകാംക്ഷയുടെ അനുഭവങ്ങൾ വരാൻ തുടങ്ങും. മനസ്സിൻ്റെ അകത്ത്
പെരുമ്പറ കൊട്ടിത്തുടങ്ങും. കാരണം 1 മിനിറ്റ് പോലും കഴിഞ്ഞിട്ട് എൻ്റെ തലമുറ ഇതുവരെ എത്തിയിട്ടില്ല. 4 മണി കഴിഞ്ഞു, 4:05 4:10 കഴിഞ്ഞാലും ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങും ടീച്ചേഴ്സിന്. വണ്ടിയിലുള്ള ആമേൻ ആയയെ വിളിക്കാൻ തുടങ്ങും, വണ്ടിയുടെ ഡ്രൈവറെ വിളിക്കാൻ തുടങ്ങും. എന്താ കാരണമെന്നറിയാമോ? 1 മിനിറ്റ് വൈകി, 5 മിനിറ്റ് വൈകി, 10 മിനിറ്റ് വൈകി, അരമണിക്കൂർ വൈകിട്ടും എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്നെത്തിയിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? ഇത് പറയാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. ആമേൻ, ലോകത്തെവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് തലമുറകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന നിലവാരത്തിലുള്ള കൊടിയ ചെന്നായ്ക്കളുടെ രൂപം ധരിച്ചിരിക്കുന്ന മനുഷ്യ മൃഗങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാ. 5 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ മാനഭംഗപ്പെടുത്തി ചെളിക്കകത്ത് ചവിട്ടിത്താഴ്ത്തിയ കഥ ആലപ്പുഴയുടെ മണ്ണിൽ നമ്മൾ നിറഞ്ഞ നിറവിൽ പത്രമാധ്യമങ്ങളിൽ കേട്ടിട്ടുണ്ട്. 8 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ ആമേൻ കൈക്കോടാലിക്ക് പിടലിയിൽ വെട്ടി കാലാപുരിക്കയച്ച കാലന്മാർ താമസിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ, 1, 2, 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു കൊന്ന കഥകൾ നിരവധി നമ്മുടെ നാട്ടിലുണ്ടെന്ന്. എന്തിനു പറയുന്നു? പ്രസവിച്ച് 1 മണിക്കൂർ പോലും ആകാത്ത പിഞ്ചു കുഞ്ഞിനെ പോളിത്തീൻ കവറിൻ്റെ അകത്ത് പൊതിഞ്ഞ് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് തലയോട് തകർന്ന് കാലകരണപ്പെട്ടു പോയ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തിനു പറയുന്നു? സ്വന്തം ശാരീരിക സുഖത്തിനു വേണ്ടി ശാരീരിക എന്ന മഹാപാതകി സ്വന്തം കുഞ്ഞിനെ കരിങ്കൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് കാമുകന്റെ കൂടെ ഓടിപ്പോയ നരാധമമാർ ജീവിക്കുന്ന കാലഘട്ടത്തിലല്ലേ നമ്മുടെ തലമുറകൾ ജീവിക്കുന്നത്? എന്താ ഈ താഴ്വരയിലൂടെ നടന്നിട്ടും നമ്മുടെ തലമുറകൾക്കൊരു പോറൽ പോലും വരാതെ അവരെ കാത്തു പരിപാലിക്കുന്നത് ആരാ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അഭിമാനത്തോടെ പറ, അതെന്റെ യേശുവിന്റെ കരമാണെന്ന്. അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞത്, ഈ താഴ്വരയിലൂടെ ഞാൻ ഇറങ്ങിയാലും എനിക്കൊരു അനർത്ഥവും ഭയപ്പെടണ്ട. ഈ താഴ്വരയിലൂടെ എൻ്റെ തലമുറകൾ നടന്നാലും ഒരു അനർത്ഥവും എൻ്റെ തലമുറകൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന്. എത്രയെത്രയോ അമ്മമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് നടക്കുന്നത് നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ TV-യിൽ ആമേൻ വന്നയൊരു വാർത്ത വല്ലാതെ നമ്മളെ വേദനപ്പെടുത്തി. എന്താ? പ്രസവിച്ച കുഞ്ഞിന് ആമേൻ പഴം തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി ബക്കറ്റിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ച നരാധമമാർ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടെന്ന്. എത്രയോ അപ്പന്മാരും അമ്മമാരും എത്രയോ ആമേൻ കാബാലികന്മാരും ആമേൻ കുഞ്ഞുങ്ങളെ മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ച് കൊന്നുകളയുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആമേൻ ഡൽഹിയുടെ മണ്ണിൽ കണ്ട വല്ലാത്തൊരു അനുഭവം. ഇതെന്താ പറയുന്നതെന്നറിയാമോ? ദാവീദ് പറഞ്ഞ പദപ്രയോഗം നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാൻ വേണ്ടിയാ. എന്തിനാണെന്നറിയാമോ? ഡൽഹിയുടെ മണ്ണിൽ ആമേൻ 12 വയസ്സുള്ള ഒരു നാടോടി പെൺകുട്ടിയെ മദ്യത്തിന് അടിമപ്പെട്ട, കഞ്ചാവിന് അടിമപ്പെട്ട, ലഹരിക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യൻ ഫുട്പാത്തിൻ്റെ ആമേൻ നിറഞ്ഞ നടുവിലിട്ട് പീഡിപ്പിക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് രസിക്കുന്നത് ആമേൻ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് പകലിൽ അഭിമാനത്തോടെ ഞാൻ പറയാം, ഈ എൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരു കാമൻ കൊടിയ ചെന്നായ്ക്കളുടെ നഖമോ പല്ലോ വീഴാതെ കാത്തുപരിപാലിക്കാൻ കരുത്തുള്ള ഒരുവൻ എന്നോട് കൂടെയുണ്ടെന്ന്. അവനൊരനർത്ഥത്തിലും എൻ്റെ തലമുറകളെ വിടത്തില്ല, അവനൊരാപകടത്തിലും എൻ്റെ തലമുറകളെ വിടത്തില്ല. അവരെ പരിപാലിക്കുന്ന ഒരുവൻ എൻ്റെ തലമുറയോട് കൂടെയുണ്ട്. ഈ താഴ്വരയുടെ അനുഭവത്തിൽ ഏതൊക്കെ കൊടിയ ചെന്നായ്ക്കൾ ആമേൻ കാടിൻ്റെ അകത്ത്, കുറ്റിക്കാടിൻ്റെ അകത്ത് പതുങ്ങിയിരുന്നാലും ഇന്ന് പകലിൽ ദാവീദിനോട് ചേർന്ന് പറയണം, കൂരിരുൾ താഴ്വരയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ സംജാതമായാലും എനിക്ക് ഭയമില്ല. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി മടങ്ങി വരുന്നവരല്ലേ? ഇന്ന് വരെ ഒരപ്പോറല് പോലും ഏൽക്കാതെ, ഒരപകടത്തിന് പോലും വിട്ടുകൊടുക്കാതെ ഞാനും നിങ്ങളും നിങ്ങളുടെ തലമുറകളും നമ്മുടെ തലമുറകളെല്ലാം നടക്കുന്നത് താഴ്വരയിലൂടെയല്ലേ ദൈവദാസന്മാരെ? എത്രയെത്ര താഴ്വരകൾ നമ്മൾ താണ്ടിയിട്ടുണ്ട്.
എത്രയെത്ര മരണകരമായ താഴ്വരയിലൂടെ നമ്മുടെ തലമുറകൾ സഞ്ചരിച്ചിട്ടുണ്ട്. എത്രയെത്ര അപകടത്തിൻ്റെ ഭീതികളാ, മണങ്ങളാ, ഗന്ധങ്ങളാ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലൂടെ കടന്നുപോയേ. പക്ഷേ ഒരു തീയുടെ ഗന്ധം പോലും നമ്മുടെ തലമുറകളുടെ ശരീരത്തിൽ ഏശാതെ പരിപാലിപ്പാൻ കരുത്തുള്ളവൻ ഈ താഴ്വരയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകലിൽ കരമടിച്ച യേശുവിന് നന്ദി പറയണം കേട്ടോ. കാരണം നിത്യതയോടെ എത്തിക്കുവാൻ ആമേൻ, അക്കരെ നാട്ടിലെത്തിക്കുവാൻ, അക്കരെ മലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഒരുവൻ നമ്മളോട് കൂടെ ഈ താഴ്വരയ്ക്കകത്ത് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്റെ കരം പിടിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ച് തലമുറകളെ പരിപാലിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾക്ക് വിട്ടുകൊടുക്കാതെ, ശത്രുവിന് വിട്ടുകൊടുക്കാതെ, ക്രൂരമൃഗങ്ങളുടെ പല്ലുകളോ നഖങ്ങളോ അവരുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങാതെ അവരെ പരിപാലിച്ചു കൊണ്ടുപോകുന്നവന്റെ കരം ഇന്ന് പകലിൽ ഈ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. തലമുറകളെ പരിപാലിച്ച് ഈ താഴ്വരയിലൂടെ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നവന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുന്നുണ്ട്. പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിട പറയുകയാണ്. ഈ താഴ്വരയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച, കടിച്ചു കീറത്തക്ക നിലവാരത്തിലുള്ള കൊടിയ ചെന്നായ്ക്കൾ പതുങ്ങിയിരിക്കുന്നു. ആട്ടിൻ പറ്റങ്ങളുടെ മണമടിച്ചു കഴിഞ്ഞപ്പോൾ അലറിപ്പാഞ്ഞു കടന്നു വരുന്നു. ദാവീദ് പറയുന്നൊരു പാദം എന്നെ വല്ലാതെ ധൈര്യപ്പെടുത്തുകയാണ്. പാസ്റ്റേ, ആരെ കൊണ്ട് പറയാൻ കഴിയും? താഴ്വരയിലേക്ക് ഇറങ്ങി കാലെടുത്ത് വെക്കുന്നത് കുഴിക്കകത്താ. ഏത് നിമിഷവും മരണത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകും. കൂരിരുട്ട് കൊണ്ട് അനുഭവിക്കേണ്ടുന്ന നന്മകളൊന്നും കാണാൻ കഴിയുന്നില്ല. മുൻപോട്ടുള്ള വഴിയുടെ ആമേൻ ഒരു സ്പോട്ട് പോലും അവരുടെ കണ്ണിൽ തെളിഞ്ഞു വരുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം പറയാം, ഇതെല്ലാം കണ്ടുകൊണ്ട് ദാവീദ് മുന്നോട്ട് നോക്കി അപകടം മുന്നിൽ കണ്ടപ്പോഴും ദാവീദ് പറഞ്ഞു, ഞാൻ ഭയപ്പെടത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം പ്രാരംഭ സെക്ഷനിൽ കടന്നു വന്നിരിക്കുന്ന അഭിഷക്തന്മാരോടും ദൈവമക്കളോടും ഞാൻ പറയുന്നു, ഈ പ്രതിസന്ധികൾ നമ്മളെ തളർത്തരുത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്തും ഒരുപക്ഷെ താഴ്വരയുടെ അനുഭവങ്ങൾ കടന്നു വരാം. ഭവനത്തിൻ്റെ അകത്തും താഴ്വരയിലൂടെ സഞ്ചരിക്കേണ്ടുന്ന ഈ അനുഭവം കടന്നു വരാം. പക്ഷേ ഇന്ന് പകലിൽ അഭിമാനത്തോടെ പറയണം, ഈ പ്രാരംഭ സെക്ഷനിൽ യേശുവേ അങ്ങൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ താഴ്വര എന്നെ തളർത്തത്തില്ല, ഈ താഴ്വര എന്നെ മുടിച്ചു കളയത്തില്ല, ഈ ആഴം എന്നെ മൂടിക്കളയത്തില്ല. ഇന്ന് പകലിൽ എൻ്റെ തലമുറകളെ ഈ താഴ്വരയിലൂടെ സഞ്ചരിപ്പിച്ച് അക്കരെ കൊണ്ടെത്തിക്കുവാൻ ഒരുപക്ഷെ വിവാഹങ്ങൾ നിരവധി കടന്നു വന്ന് ഒന്നുപാടെ കാമേൻ പലതും മുടങ്ങിപ്പോയി എവിടം കൊണ്ട് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്ന പലതും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ താഴ്വരയുടെ ആഴത്തിൽ വെച്ച് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ഈ താഴ്വരയ്ക്കകത്ത് നിന്റെ തലമുറകൾക്ക് സംരക്ഷണത്തിൻ്റെ വേലിയൊരുക്കുന്നവൻ, പുത്തൻ ഭാവി ഈ താഴ്വരയിൽ തന്നെ നിനക്കൊരുക്കി തരുന്നവൻ, ആമേൻ, ഇന്ന് പകലിൽ അവൻ്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്തുണ്ട്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ആമേൻ. എഴുന്നേൽക്കാൻ കഴിയുന്നവർ വേഗത്തിലൊന്ന് ചാടി എഴുന്നേറ്റാട്ടെ. ആമേൻ, വേഗത്തിലൊന്ന് ചാടി എഴുന്നേറ്റാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഈ താഴ്വരയൊന്നും എന്നെ തളർത്തത്തില്ല, ഈ പ്രതിസന്ധിയൊന്നും എന്നെ മുടിച്ചു കളയത്തില്ല. ഏതൊക്കെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യത്തക്ക നിലവാരത്തിലുള്ള ഒരു ദൈവപ്രവർത്തി ഇന്ന് പകലിൽ എൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരും. ആമേൻ. കുഴികുത്തി മണ്ണിട്ട് മൂടുവാൻ വേണ്ടി ആമേൻ മണ്ണിട്ട് വാരി നിൽക്കുന്ന പൈശാചിക വൃന്ദങ്ങൾ ആ മണ്ണെടുത്ത് അതേ മണ്ണിൻ്റെ മുകളിൽ കാലുകുത്തിക്കൊണ്ട് അഭിമാനത്തോടെ ഞാനും എൻ്റെ തലമുറകളും ചവിട്ടി നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിമാനത്തോടെ വായ്കൾ തുറന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഇന്ന് പകലിൽ താഴ്വരയുടെ അനുഭവം കൂരിരുട്ട് നിറഞ്ഞത്, താഴ്വരയുടെ അനുഭവം അഗാധമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടത്, താഴ്വരയുടെ അനുഭവം കൊടും കാട് നിറഞ്ഞത്, താഴ്വരയുടെ അനുഭവം
കൊടിയ ചെന്നായ്ക്കൾ സ്വൈര്യവികാരം നടത്തുന്നത്. പക്ഷെ ഇന്ന് പകലിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഇതിൻ്റെ അകത്ത് വന്നാലും അതിൻ്റെ നടുവിലൂടെ ജയാളിയായി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത്, ഇത് മരണനിഴലിൻ താഴ്വരയാണെന്ന്. ആമേൻ. ഒരു പറ്റം ആളുകൾ പറഞ്ഞാലും ഈ പ്രാർത്ഥിക്കുന്ന എനിക്ക്, ഈ ആരാധിക്കുന്ന എനിക്ക്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എനിക്ക് ഇത് മരണനിഴലിൻ താഴ്വരയെക്കാളും കൂടുതൽ ഇത് ജീവന്റെ താഴ്വരയാണ്. ഇതിൻ്റെ അകത്തെനിക്ക് ജീവൻ പകരുവാൻ, ഇതിൻ്റെ അകത്തെനിക്ക് ആയുസ്സിനെ പകരുവാൻ, ഇതിൻ്റെ അകത്തെൻ്റെ ആരോഗ്യത്തെ പകരുവാൻ, ഇതിൻ്റെ അകത്തെൻ്റെ തലമുറകൾക്ക് സുനിശ്ചിതമായ ഭാവി ഒരുക്കുവാൻ കരുത്തുള്ളവനുണ്ട്. ഒരു നിമിഷം ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ശാന്തമായിട്ട് പ്രാർത്ഥിച്ചേ. ഒന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുക. ദൈവത്തോട് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് മറ്റാരോടും പറയാനില്ല. 1-2 മിനിറ്റുകൾ മാത്രം. Thank you, Jesus. Oh, thank you, Jesus. Hallelujah. ഓ കൊടും കാടുണ്ടി വനദേശത്തിൽ പ്രിയനേ എന്നെ വിടല്ലേ. കൊടും കാറ്റുണ്ട് വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. എല്ലാ കരങ്ങളും ഉയർത്തി. വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നാൾ കൂടെ ഒരു നിമിഷം ദൈവസന്നിധിയിലും സമർപ്പിച്ചേ. കർത്താവേ, ഇന്ന് പകലിൽ ഈ ആഴത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു മറുപടി വേണം. ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഭക്തന് ആഴത്തിൽ വെച്ച് മറുപടി കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകലിൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആഴം ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല. നിരാശയുടെ, വേദനയുടെ, സങ്കടത്തിൻ്റെ, പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, രോഗത്തിൻ്റെ, മരണകരമായ ഏതോ അനുഭവത്തിൻ്റെ ആഴം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷേ ദിവസങ്ങൾ നിരവധിയായി, ദിനരാത്രങ്ങൾ നിരവധി കഴിഞ്ഞുപോയി. അതിൽ നിന്നൊരു മറുപടി ഇതുവരെ ഇല്ല. ഇന്ന് പകലില്ല അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് വിളിച്ചേ. അപ്പാ, ഈ ആഴത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ സ്വസ്ഥാനത്ത് നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഇന്ന് പകലിൽ ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകലിൽ വെളിപ്പെടണം. ഈ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തിന് ആയുഷ്ഠോത്രം. ഞങ്ങൾ അഭിഷക്തന്മാർ ചേർന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരേതൊക്കെയോ ആഴത്തിൻ്റെ അനുഭവത്തിലാണ് ഉള്ളത്. നിരാശയാകാം, സങ്കടമാകാം, പ്രതിസന്ധിയാകാം, പ്രതികൂലങ്ങളാകാം. ഏതൊക്കെയോ ആഴങ്ങൾ ഇവരവല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പറയുന്നു, അപ്പാ, ആഴത്തിൽ നിന്ന് ഈ ജനം നിലവിളിക്കുകയാണ്. ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഭക്തർക്ക് അതേ ആഴത്തിൽ ഇറങ്ങി മറുപടി കൊടുക്കുന്ന
ദൈവത്തിൻ്റെ കരം അവിടുന്ന് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെയും അധികാരമുള്ള നാമത്തിൽ നിറഞ്ഞ മനസ്സോടെ ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എത്ര പേരിന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ട്? ഒരു പാട്ടിൻ്റെ ആമേൻ 1-2 വരികൾ ചേർന്ന് പാടുമ്പോൾ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുക. ഇന്ന് പകലിൽ പറയുന്നു, ആമേൻ, ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഭക്തന് ആഴത്തിൽ വെച്ച് മറുപടി കൊടുക്കുന്ന ദൈവമുണ്ട്. കരമടിച്ചെൻ്റെ യേശുവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാ വായികളെയും തുറന്ന് കരമടിച്ച് അല്പനിമിഷം യേശുവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. അവൻ മഹത്വവാനായ ദൈവമാണ്. അവൻ ആഴത്തിൽ നിന്ന് വിടുവിക്കാൻ ശക്തനാണ്. വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ശ്രേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ശ്രേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. മനുഷ്യരിൽ ആശ്രയമോ നീ വേണ്ട നിശ്ചയമാ. ഓ ദൈവത്തിനാശ്രയമോ അത് ഒന്നാണ് എനിക്കവയോ. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. 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 സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ.
ദലബലബലബം ശൈലേദാന വൈഡാതെ ദീപാദാന ദലബലബലബം വൈഡാദാന ശൈലേദ ദീപക്കാരം ദലബലബലബം വൈഡാദാനേ ദലബലബലബം ശൈലേദ ദീപക്കാരം ദലബലബലബം വൈഡാദാനേ ദലബലബലബം ശൈലേദ ദീപാദാന ദലബലബലബം വൈഡക്കാരം ദലബലബലബം ശൈലേദ ദലബുഡേ ദീപാദാന വൈഡാദാനേ ദീപക്കാരം ദലബലബലബം ശൈലേദാന വൈഡാദാന ദീപാദാനേ ദീപക്കാരന്തലവലവലവം ശൈലേദാന വൈഡാദ് റീബാദാന വൈഡാദേ ശൈലേദാന ദീപക്കാരന്തലവലവലവം വൈഡാദാന റീബാദാന വൈഡാദേ ഓ റീബാദാന ശൈലേദാന ദീപക്കാരന്തലവലവലവം വൈഡാദ് Jesus, worship you, Lord. Oh, we worship you. Glory to Lord, glory to Lord, hallelujah, 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 hallelujah. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ. അതിൻ്റെ ആഴങ്ങളെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നുവല്ലോ. അതുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ കർത്താവിനെ പോന്നു ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ജോബി പാസ്റ്റർ ദൈവം ശക്തമായി ഹല്ലേലൂയ കരങ്ങൾ ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. യഹോവേ, ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഹല്ലേലൂയ നമ്മുടെ നിലവിളികളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഹല്ലേലൂയ, പല സന്ദർഭങ്ങളിലും ഹല്ലേലൂയ, ഹല്ലേലൂയ ഇതുപോലുള്ള ആഴങ്ങളിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ ഏറ്റവും അടുത്ത സഹായകനായി ഹല്ലേലൂയ അടുത്തത് വന്ന് നമ്മെ കരം പിടിച്ച ഹല്ലേലൂയ ഒരു കർത്താവ് നമുക്കുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളിയവൻ ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നല്ല ചെയ്തവൻ ഹല്ലേലൂയ. മരണനിഴ താഴ്വരകളിൽ ഹല്ലേലൂയ, കൂരിരുൾ താഴ്വരകളിൽ ഹല്ലേലൂയ, അസ്ഥികളുടെ താഴ്വരകളിലൊക്കെ കടന്നുപോയ അനുഭവങ്ങളിൽ നമ്മെ വിടുവിച്ച ഒരു കർത്താവ് നമുക്ക് ഉണ്ടല്ലോ ഹല്ലേലൂയ. ആ കർത്താവിനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആ നല്ല കർത്താവിനെ നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടിയിരിക്കുമ്പോൾ ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഹല്ലേലൂയ. സുസൂക്ഷിച്ച ദേവദാസനെ അനുഗ്രഹിക്കട്ടെ, അനേകർക്കൊരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ വചനങ്ങൾ നമുക്കും ദൈവസഭയ്ക്ക് ദേശത്തിന് അനുഗ്രഹത്തിന് വിടുതലമായി തീരട്ടെ. ഈ ദേശത്ത് വ്യാപരിക്കുന്ന ആഴത്തിന്റെ കൂരിരുളുകൾ ഈ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ശാന്തികാരിക ശക്തിയാൽ തകർന്നു മാറിപ്പോട്ടെ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഈ സമയം കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ആൽബർട്ട് പാസ്റ്റർ ഹല്ലേലൂയ ആൽബർട്ട് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസം കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് സന്തോഷകരമായി കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് അല്പം കൂടെ അടുക്കുവാൻ തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ നീ തന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ ദൈവമേ, ഞങ്ങൾ വിവിധ കാര്യങ്ങളിലെ കർത്താവേ ആഴത്തിലായിരിക്കുന്നു കർത്താവേ ദൈവമേ. പുറമേ ഞങ്ങൾ കർത്താവേ ശാന്തതയിലാണെങ്കിലും കർത്താവേ നിലയില്ലാത്ത കയങ്ങളിലായിരിക്കുന്നു കർത്താവേ. ആത്മീയ ഭൗമിക ജഡീക ജീവിതങ്ങളിൽ കർത്താവേ, കുടുംബജീവിതങ്ങളിലൊക്കെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ പല വിധത്തിലും കർത്താവേ ദൈവമേ പലതും കർത്താവേ ആഴത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന് പുറമേ ഉള്ളത് കാണുമ്പോൾ യഹോവ അകവേ ഉള്ളത് കാണുന്ന ദൈവം എല്ലാം അറിയുന്നതായി സ്തോത്രം കർത്താവേ. ഇന്നത്തെ ആരാധന കർത്താവേ ദൈവമേ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ ഹിതം ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇഷ്ടം ഒന്നും വേണ്ട, അപ്പോൾ അവിടുത്തെ ഇഷ്ടം കർത്താവേ ഹല്ലേലൂയ ദൈവമേ ഞങ്ങളിൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാകയാൽ കർത്താവേ ഞങ്ങൾ കർത്താവേ വീണു പോകാതെ കർത്താവേ സത്യത്തിൽ
സത്യത്തിലും ആത്മാവിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളുടെ ദൈവമേ കുടുംബത്തെയും സഭയെയും ഹല്ലേലൂയ ദൈവമേ ദൈവ ശുശ്രൂഷകന്മാരെ എല്ലാം ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇത് കർത്താവേ ദൈവമേ ഞങ്ങൾ വലിയൊരു കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം കർത്താവേ ഞങ്ങൾ സന്തോഷിച്ചു ആനന്ദിക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെയും ജീവിതങ്ങളിൽ കർത്താവേ വലിയൊരു ദൈവമേ അപ്പാ സ്തോത്രം ഹല്ലേലൂയ ഉണർവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയ്ക്കും ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും ഹല്ലേലൂയ എല്ലാം അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എത്രത്തോളം ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. തുടർന്ന് ഈ സഭയിൽ നടക്കുന്ന ഹല്ലേലൂയ ആരാധനയിലെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തേക്കാൾ അവസാനം കർത്താവേ വലിയൊരു ഹല്ലേലൂയ സന്തോഷകരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കടന്നു വരുന്നവരെല്ലാം കർത്താവേ നന്മകൾ കണ്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകുവാൻ തക്കൊണ്ടാണ് കൃപയാൽ നിറയ്ക്കണം. മാനവും മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയെ യാചനം കേട്ടുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് വൈകുന്നേരത്തെ സെഷൻ തുടങ്ങുന്നതാണ്. അതുപോലെ ഒരു അറിയിപ്പുള്ളത്, ഉപവസിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ദാസനെ പേര് കൊടുക്കണം. തോമസ് ഒട്ടി പാസ്റ്ററയിലെ പേര് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇതിൽ കഴിഞ്ഞ ആരംഭ ദിവസം മുതൽ തുടങ്ങിയവരും ഇന്ന് തുടങ്ങുന്നവരുമായിട്ടുള്ള ഇനി മുതൽ കണ്ടിന്യൂസ് ആയി ഉപവസിക്കുന്ന എല്ലാവരും ദേവദാസന്റെ പേര് കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഒരു വലിയ അനുഗ്രഹവും വിടുതലും ഈ ഉപവാസ ദിവസങ്ങൾ ദൈവം നമ്മുടെ മധ്യയെ പകരുകയാണ്.